نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഇന്നത്തെ ഈ മജ്‌ലിസിൽ സ്വലാത്തുൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിന്റെ നമസ്കാരം, അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ദുആ, ഈ കാര്യം ചർച്ച ചെയ്യുന്ന ഒരു ഹദീസാണ്. അതിന്റെ അൽഫാളുകൾ, അതിന്റെ പദങ്ങൾ നിങ്ങളിലേക്ക് ഒരു തഖർറുബ് ചെയ്യുക, വളരെ ചുരുങ്ങിയ രൂപത്തിലൊരു അതിന്റെ പദങ്ങളെ പരിചയപ്പെടുത്തുക, അതിനെ സംബന്ധിച്ച് ശുറാഹുകൾ, അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില കാര്യങ്ങൾ സ്വലാത്തുൽ ഇസ്തിഖാറയെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സമഗ്രമായി അതിന്റെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്തു പോകുന്നത് ഡോക്ടർ ഉമർ ബാസ്മൂൽ ഹഫളഹുല്ലാ അദ്ദേഹത്തിന്റെ ബുഗിയത്തുൽ മുതതവ്വിഅ ഫി സ്വലാത്തി തതവ്വുഅ എന്ന കിതാബിലും ഈ ഹദീസും, ഈ നമസ്കാരത്തെ സംബന്ധിച്ചും ഇതിന്റെ ഹദീസും അതിന്റെ ഫവായിദുകളും അതുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിയായ ചർച്ചകളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. വിശദമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ഈ രണ്ട് കിതാബുകൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇതിൽ വന്നിട്ടുള്ള ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതിൽ ചില സിയാദത്തുകളോടുകൂടി തിർമിദിയും നസായിയും അതുപോലെ തന്നെ വേറെ പലരും, ബഗവിയും ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അവയെ ജംഅ് ചെയ്തുകൊണ്ട്, റിവായത്തുകൾ ജംഅ് ചെയ്തുകൊണ്ട് ഈ ഹദീസു സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന കിതാബിൽ വന്നിട്ടുള്ളത് അതുപോലെ ഞാൻ വായിക്കാം. ثبتت الاستخارة بحديث جابر بن عبد الله الأنصاري رضي الله عنه. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആണ് റസൂലുള്ളാഹിയിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വഹാബി. വളരെ മഷ്ഹൂറായ
സഹാബിയാണ് അദ്ദേഹത്തിന്റെ പേര് ജാബിർ ഇബ്നു അബ്ദില്ലാ ഇബ്നു ഹറാം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിമാരാണ്. അദ്ദേഹം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തിട്ടുള്ള, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് മശ്ഹദുകളിൽ റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്ന അൽ മുക്സിരീന ഫിൽ ഹദീസ്, ഹദീസിന്റെ കാര്യത്തിൽ, റിവായത്തിന്റെ കാര്യത്തിൽ മുക്സിരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന, ധാരാളക്കണക്കിന് ഹദീസുകൾ റസൂലുള്ളാഹിയിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദില്ലാ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വഫി റിവായ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ വഫി റിവായ യുഅല്ലിമു അസ്ഹാബഹു الاستخارة في الأمور كلها كما يعلمنا السورة من القرآن يقول لنا إذا هم أحدكم بالأمر فليركع ركعتين من غير الفريضة ثم ليقل وفي رواية ثم يقول اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأستقدرك وفي رواية وأستعينك كما في بعض نسخ سنن النسائي بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر ثم يسميه بعينه وفي رواية فيسميه ما كان من شيء خير لي في ديني ومعاشي ومعادي وعاقبة أمري أو قال عاجل أمري وآجلي فاقدره لي ويسره لي ثم بارك لي فيه وفي رواية اللهم إن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري أو قال في عاجل أمري وآجلي فاصرفه عني واصرفني عنه وقدر للخير حيث كان ثم أرضني وفي رواية رضني به قال ويسمي حاجته. ഇതാണ് അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ബുഖാരിയുടെ റിവായത്തും അതുപോലെ തിർമിദിയുടെയും നസായിയുടെയും ഒക്കെ റിവായത്തുകളിൽ വന്നിട്ടുള്ള സിയാദാത്തുകളും ജംഉ ചെയ്തുകൊണ്ട് ഒന്നിച്ചുദ്ധരിച്ചിട്ടുള്ള രൂപം ഇതാണ്. അതിന് വന്നിട്ടുള്ള പദവ്യത്യാസങ്ങളോട് കൂടി ഉദ്ധരിച്ചിട്ടുള്ള രൂപം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു റിവായത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന, ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് യുഅല്ലിമു അസ്ഹാബഹു, അദ്ദേഹത്തിന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു. അൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്ത് പഠിപ്പിച്ചിരുന്നു. ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യങ്ങളിലും. കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ, ഞങ്ങളെ ഒരു സൂറത്ത്, ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് എപ്രകാരം പഠിപ്പിച്ചിരുന്നുവോ അപ്രകാരം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. യഖൂലു ലന, ഞങ്ങളോട് റസൂലുള്ളാഹി പറയാറുണ്ടായിരുന്നു, ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംർ, നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, ഫൽയർക റക്അതൈൻ, 2 റക്അത്തുകൾ അവൻ നമസ്കരിക്കട്ടെ. മിൻ ഗൈരിൽ ഫരീദ, ഫരീദത്ത് അല്ലാത്ത. സുമ്മ ലിയഖുൽ, പിന്നീട് ഇപ്രകാരം പറയട്ടെ. വഫീ റിവായത്തിൻ യഖൂൽ, പിന്നെ അവൻ പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഫീ റിവായ വഅസ്തഈനുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب إلى آخره. ഈ ദുആ പറയുകയും ചെയ്യട്ടെ. ആ ദുആയുടെ അൽഫാദുകളിൽ വന്നിട്ടുള്ള വ്യത്യസ്ത രൂപങ്ങളും ഇത് ഉദ്ധരിച്ചു. എന്താണ് ഇസ്തിഖാറ? ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം ഇസ്തിഫ്ആലുൻ മിനൽ ഖൈർ, ഖൈറിൽ നിന്നുള്ള ഇസ്തിഫ്ആലിന്റെ രൂപമാണത്. ഔ മിനൽ ഖിയറ, അല്ലെങ്കിൽ ഖിയറത്ത് എന്നുള്ളതിൽ നിന്നുള്ള, ബികസ്രി അവലിഹി വബിഫത്ഹി സാനിയ.
ബിവസ്നി ഇനബ വൽ ഖൈർ ളിദ്ദു ശർ. ഒന്നുകിൽ ഖൈർ എന്നതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതിന്റെ ഇസ്തിഫ്ആൽ രൂപം. ഖിർത യാ റജുൽ ഫഅൻത ഖായിർ വഖയ്യിർ, നന്മ തിരഞ്ഞെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ അല്ലെങ്കിൽ അൽ ഖിയ്റ ബിസുകൂനിൽ യാ അൽ ഇസ്മു മിൻഹു, അതിൽ നിന്നുള്ള ഒരു ഇസ്മായിട്ട് നന്മ തിരഞ്ഞെടുക്കൽ. ചുരുക്കത്തിൽ അതിന്റെ അർത്ഥം ഇസ്മും ബിമഅന ത്വലബി ഖൈരിൽ അംറൈൻ, രണ്ട് കാര്യങ്ങളിൽ ഖൈറായതേതാണോ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അത് തിരഞ്ഞെടുക്കാനുള്ള അന്വേഷണം. ലിമൻ ഇഹ്താജ ഇലാ അഹദിഹിമ, രണ്ടിലൊന്നിന് ആവശ്യം വന്നവന്. ശർഈയായി അതിന്റെ അർത്ഥം സ്വലാത്തു റക്അതൈനി മിൻ ഗൈരി സ്വലവാത്തിൽ മഫ്റൂദ, രണ്ട് റക്അത്ത് നമസ്കാരമാണ്, നിർബന്ധമല്ലാത്ത രണ്ട് റക്അത്ത് നമസ്കാരം. മഅ ദുആഇൻ മഖ്സൂസ് ഫീ, അതിന് പ്രത്യേകമായി വന്നിട്ടുള്ള ദുആയോടുകൂടി. ഫീഹി സുആലു ഖൈരി ഫിഅലി ശൈഇൻ മശ്റൂഇൻ ഔ തർക്കി, മശ്റൂആയ ഒരു കാര്യത്തിൽ അത് പ്രവർത്തിക്കണമോ അല്ല ഉപേക്ഷിക്കണമോ, ഏതാണ് എനിക്ക് ഖൈർ, അതിന്റെ അന്വേഷണം, അത് തേടൽ ആ ദുആയിലുണ്ട്. ഇങ്ങനെ ഖൈറായ ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ട് രണ്ടിലൊന്നിൽ ഏതാണ് എനിക്ക് ഖൈർ, അതിന് തൗഫീഖ് ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി രണ്ട് റക്അത്ത് നമസ്കരിക്കുകയും ശേഷം പ്രത്യേകമായി വന്നിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതിനാണ് ഇസ്തിഖാറ എന്ന് പറയുക. അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസ് അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അതിന്റെ റിവായത്തുകൾ ജംഅ് ചെയ്ത രൂപത്തിൽ വായിച്ചു കേൾപ്പിച്ചു. എന്താണ് ഇത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്നുള്ളത് അതും ആ ഹദീസിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സ്വഹാബത്തിനെ അത് പ്രത്യേകം പഠിപ്പിച്ചിരുന്നു. ഏതുപോലെ ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ. അതുകൊണ്ട് ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ റസൂലുള്ള പഠിപ്പിച്ച ഒരു കാര്യം, അതിന്റെ ഓരോ പദങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ ശർഹ് ചെയ്യാം. അത് വളരെ ഗൗരവമുള്ളതാണ്, പഠിക്കൽ അനിവാര്യമായ കാര്യമാണ്. അതിലുപരി നമുക്കറിയാം, ജീവിതത്തിൽ ഏത് കാര്യത്തിലും നമ്മളെ ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ്, പ്രയാസമാണ്. നമുക്ക് എന്തെടുത്താലും കൺഫ്യൂഷനാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെയ്യണോ വേണ്ടേ, ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്തു കഴിഞ്ഞാലും മനുഷ്യന്മാർ അതിനെ സംബന്ധിച്ചുള്ള ബേജാറിലാണ്. ഇത്തരം ബേജാറുകൾ പലപ്പോഴും അഹ്ലുൽ ജാഹിലിയത്തിനെ കൊണ്ടെത്തിച്ചത് ശിർക്കിലേക്കായിരുന്നു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ലാത്ത ചിലതിലൂടെ നന്മ അന്വേഷിക്കുന്നതിലായിരുന്നു. അവർ തതയ്യുർ പോലുള്ള, ഇസ്തിസ്ഖാബ് പോലുള്ള ചിലത് അവർ ചെയ്തിരുന്നു. ഒന്നുകിൽ ഒരാളൊരു യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ പുറപ്പെടണോ വേണ്ടേ, ഒരു പക്ഷിയെ എടുത്ത് പറപ്പിച്ചു നോക്കും. അത് വലത്തോട്ട് പോയാൽ മുന്നോട്ട് പോകാം, അത് ഇടത്തോട്ട് പോയാൽ പിന്തിരിയുക. അതല്ലെങ്കിൽ കുറെ അമ്പുകൾ എടുത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുത്തു നോക്കും, അല്ലെങ്കിൽ നറുക്കിട്ട് നോക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിലൂടെ ഒരു ഭാഗ്യ പരീക്ഷണം നടത്തുക. ഇതായിരുന്നു ജാഹിലിയത്തിലുണ്ടായിരുന്ന സമ്പ്രദായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ജാഹിലിയത്തിൽ നിന്ന് തുടച്ചു നീക്കിയ അതിന്റെ ഏറ്റവും ദുഷിച്ച കാര്യങ്ങളിൽപ്പെട്ട, ശിർക്കിയാത്തുകളിൽപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ. അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖൈർ തേടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പകരമായി നൽകിയത്. കാരണം ഏത് കാര്യത്തിലും നമുക്ക് ഖൈറായി തീരുന്നത് ഏതാണ് എന്ന് നമ്മളെക്കാൾ നന്നായി ആ കാര്യം അറിയുന്നത്, നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ആഖിബത്തുകളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്ന അല്ലാമുൽ ഗുയൂബായ അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഖൈറായിട്ട് നിങ്ങൾ വിചാരിക്കും, അത് നിങ്ങൾക്ക് ശർറായിരിക്കും. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ശർറായിട്ടായിരിക്കും വിചാരിക്കുക, ഒരു പക്ഷേ അതിലായിരിക്കും നിങ്ങളുടെ നന്മ പര്യവസാനമായി അതിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് പറഞ്ഞു വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് ഇൽമുള്ളവൻ, നിങ്ങൾക്ക് ഇൽമില്ല. നമ്മുടെ കാര്യങ്ങളിൽ ഏത് കാര്യമാണ് ഖൈറായി തീരുക, ഏത് കാര്യമാണ് ശർറായി തീരുക, ഖൈറായിട്ടാണോ പര്യവസാനിക്കുക ശർറായിട്ടാണോ പര്യവസാനിക്കുക എന്നുള്ളത് അത് ചെയ്യുന്നതിന് മുൻപോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ചെയ്തു കഴിഞ്ഞാലോ അതിനൊന്നും നമുക്ക് ബോധ്യമാവില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, അതിനു മുൻപേ അസ്ലിയായ അവധിയായ അവന്റെ ഇൽമിൽ മുൻകടന്നു പോയിരിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനവും. നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് താനും. അതുകൊണ്ട് തന്നെ ഏത് കാര്യം പ്രവർത്തിക്കണമെങ്കിലും ഏത് ഖൈറിന് തൗഫീഖ് ലഭിക്കണമെങ്കിലും അല്ലാഹു നൽകിയാലല്ലാതെ മറ്റൊന്നും നമുക്ക് ഇല്ല തന്നെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അഹ്ലുൽ ജാഹിലിയ്യ ഉണ്ടായിരുന്ന ദുഷിച്ച സമ്പ്രദായങ്ങൾ മാറ്റിവെക്കുകയും അതിനു പകരം അല്ലാഹുവിന്റെ വുജൂദും അവന്റെ റുബൂബിയ്യത്തും അവന്റെ അസ്മാഉകളും അവന്റെ സിഫാത്തുകളും അവന്റെ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അവനിലേക്ക് ഇഫ്തിഖാർ ചെയ്യുകയും അവനിലേക്ക് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി ഉബൂദിയ്യത്തിന്റെ എല്ലാ നിലക്കുള്ള വിനയവും അവന്റെ മുന്നിൽ പ്രകടമാക്കുന്ന ഒരു വലിയ ദുആ നമുക്ക് പകരം നൽകിയത്. അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ ഈ കാര്യം ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി ഈ കാര്യം വിശദീകരിച്ചു പോയിട്ടുണ്ട്. ആ ഭാഗം നമ്മളൊന്ന് അറബി അറിയുന്ന ആളുകൾ വായിച്ചു നോക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇസ്തിഖാറത്ത് പഠിപ്പിച്ചതിനുള്ള ഫവായിദുകൾ അവിടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അവസാന ഭാഗത്ത് നമുക്കത് വായിക്കാം. ഏതായിരുന്നാലും ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇത് ആവശ്യമാണ് എന്നുള്ളത് യാതൊരു ഒരാൾക്കും സംശയമില്ലാത്ത കാര്യമായി തീരും. കാരണം നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻ എന്നുള്ളത് ദുനിയാവിൽ എല്ലാ വിഷയത്തിലും ഒരു വിഷയത്തിലും അത് നമുക്ക് കുറവില്ല. എന്നാൽ എങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ തീർക്കേണ്ടത്, എങ്ങനെയാണ് ഈ ടെൻഷൻ തീർക്കേണ്ടത് എന്നുള്ളതിന്റെ പരിഹാരം അത് നമുക്ക് പലർക്കും അറിയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ സ്വഹാബത്തിന് ഇക്കാര്യം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ അതിന്റെ ഗൗരവം പഠിക്കാൻ അതിന്റെ ആവശ്യം എത്രയാണ്, ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാൻ ഹദീസിൽ ഇത്തരം പദപ്രയോഗങ്ങൾ ധാരാളം വിഷയങ്ങളെ കുറിച്ച് കാണാം. കുറച്ചു മുൻപ് നമ്മൾ ഖുത്ബത്തുൽ ഹാജയെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഹദീസുകളിൽ റിവായത്തുകളിൽ ചിലതിൽ റസൂലുള്ള ഞങ്ങൾക്കത് പഠിപ്പിച്ചു തന്നു ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ എന്നാണ്. അതുപോലെ തന്നെ തശഹുദിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പോലുള്ളവർ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന റസൂലുള്ള എനിക്ക് തശഹുദ് പഠിപ്പിച്ചു തന്നു വയദി ഫീ യദിഹി, എന്റെ കൈ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കൈ പിടിച്ചു പഠിപ്പിച്ചു തന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുന്നു ഹർഫൻ ഹർഫ, റസൂലുള്ള എനിക്ക് തശഹുദ് പഠിപ്പിച്ചു തന്നത് ഓരോ അക്ഷരം അത് ഓരോന്ന് വേർതിരിച്ചിട്ടാണ്. അത്ര ഗൗരവത്തിലാണ് ആ കാര്യം പഠിപ്പിച്ചു കൊടുത്തത്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ചെയ്യേണ്ടുന്ന ദുആയെ സംബന്ധിച്ച് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു റസൂലുള്ള എനിക്കത് പഠിപ്പിച്ചു തന്നു, ചൊല്ലിക്കേൾപ്പിച്ചു തന്നു. അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ട് റസൂലുള്ള നിർത്തിയില്ല, ഉടനെ തിരിച്ചു ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു. എത്ര കണ്ട പദങ്ങളിൽ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്, എത്ര കണ്ടത് പഠിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിട്ടുണ്ട് എന്നതറിയാൻ വേണ്ടി തിരിച്ച് അത് അദ്ദേഹം അപ്പൊ തന്നെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം അത് ചൊല്ലിക്കേൾപ്പിച്ചു കൊടുത്തു. ചൊല്ലിക്കേൾപ്പിച്ചപ്പോൾ അവസാനത്തെ ഒരു വാക്ക് റസൂലുള്ള പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോഗിച്ചത് വബി നബിയ്യിക്കല്ലദീ അർസൽത എന്നുള്ളതിന് പകരം വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞത് റസൂലുള്ള തിരുത്തി കൊടുത്തു. വബി നബിയ്യിക്കല്ലദീ അർസൽത എന്ന് തന്നെ പറയാൻ. ഇത്ര സൂക്ഷ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ദുആഉൽ ഹം വൽ ഖുറ വൽ
കുറിച്ച് സ്വഹാബത്ത് പറയുന്നത് കാണാം. അത് റസൂലുള്ള ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, റസൂലേ, ഇത് ഞങ്ങൾ പഠിക്കട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൽ യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ. നേരെ മറിച്ച് ആര് ഇത് കേട്ടോ അവനിത് പഠിക്കൽ അനിവാര്യം തന്നെയാണ്. കേട്ടവനത് പഠിച്ചിരിക്കണം. ഇത്ര ഗൗരവത്തിൽ ചില കാര്യങ്ങൾ റസൂലുള്ള പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം ഗൗരവവും അത്രമാത്രം പ്രാധാന്യവുമുള്ള കാര്യങ്ങൾക്കാണ് ഈ പദപ്രയോഗങ്ങൾ ഹദീസിൽ കാണാവുന്നത്. വല്ലാഹു അഅലം. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ പദങ്ങൾ ഞാൻ അല്പം വിശദീകരിക്കാം. ഒന്നാമതായി ഇതിലുള്ളത് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഖാറ. റസൂലുള്ള ഞങ്ങൾക്ക് ഇസ്തിഖാറത്ത് പഠിപ്പിച്ചു തന്നിരുന്നു. റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. റസൂലുള്ള ഒരു വഅദ് പറഞ്ഞു പോകണയിലല്ല താല്പര്യം കാണിച്ചിരുന്നത്. ഇത് ധാരാളം ഹദീസിൽ കാണാം. നമുക്കിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, കുറെ ആളുകൾ അത് കേട്ടാൽ മതി. കേൾക്കുമ്പോൾ ഒരു തെരിപ്പ് കിട്ടിയാൽ അപ്പൊ കുറച്ച് റൂഹൊക്കെ ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞാൽ ആ കാറ്റ് അങ്ങനെ ഡൈഞ്ഞു പോകും. അതിലല്ല കാര്യം കിടക്കുന്നത്. റസൂലുള്ളാഹി അല്ലാഹു നിയോഗിച്ചത് തന്നെ മുഅല്ലിമായിട്ടാണ്. ഒരു മുഅല്ലിം എന്നുള്ളതും നേരെ മറിച്ച് ഒരു മുഹാദിർ എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മുഹാദറ എന്ന് പറയുന്നത് ഒന്നത് പറഞ്ഞു അത് പോയി, ആ വിഷയം അവതരിപ്പിച്ച് പോയിന്നുണ്ടാകുള്ളൂ. പഠിപ്പിക്കുക എന്നുള്ളത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അത് കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരും. അത് ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കേണ്ടുന്ന കാര്യത്തിൽ പെട്ടതാണ് ഇത്. എന്നാൽ ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പോലും ചെയ്യുന്നത് ഓരോരു മുഹാദറിന്റെ ഭാഗത്ത് നിൽക്കണം കേട്ടോ. ഇത് അവിടെ നിൽക്കേണ്ടതല്ല. ഇത് ശരിക്ക് ഇരുന്ന് ഓരോ ലഫ്ളും ഓരോരുത്തരെ കൊണ്ടും ചൊല്ലിച്ച് അത് പഠിപ്പിച്ച് ഹിഫ്ളാക്കിച്ച് അത് മുറാജഅ നടത്തി അങ്ങനെ പോകേണ്ടുന്ന ഒരു ദുആയിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങൾക്ക് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തിരുന്നത് പള്ളികളാണ്. അങ്ങനെ പള്ളികളിൽ വെച്ചുള്ള ഒരു മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിത് പഠിക്കേണ്ടതുണ്ട്. വീണ്ടും എന്നല്ല, ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരു സമയത്തും ഇതിൽ നിന്ന് നമുക്ക് ഒഴിവില്ല എന്നുള്ളത് കൊണ്ട് അല്ലാഹു അതിന് അങ്ങനെ നമുക്ക് പഠിക്കാൻ പ്രത്യേകം തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്തത്. ഈ ഇൽമ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരികയാണ് ചെയ്തത്. ഏകദേശം അൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഫിൽ ഉമൂരി കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എന്ന് ഉദ്ദേശിക്കുന്നത് ഫി അളീമിൽ അംരി വഹഖീരിഹി, കാര്യം എത്ര വലുതാകട്ടെ എത്ര ചെറുതാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരം എന്ന് പറഞ്ഞ് കുറെ കാര്യം ഉണ്ടാവും. അതിലൊന്നും നമ്മളൊരു ദുഃഖ ഉണ്ടാവില്ല, ഒരു ചിന്ത ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ചെയ്തു പോകും. ചെയ്തിട്ട് കുറെ കഴിയുമ്പോൾ നമ്മൾ പെട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കരുത് എന്ന് വിചാരിക്കുകയും ചെയ്യും. കാര്യം നിസ്സാരമായിരിക്കും, പക്ഷേ എത്ര നിസ്സാരമായ കാര്യങ്ങളാണ് തറത്തബ അലൈഹി അംറുൻ അളീം വകം മിൻ അംറിൻ അളീം തറത്തബ അലൈഹി അംറുൻ ഹഖീർ. ഹാഫിദ് ഇബ്നു ഹജർ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ പറയുന്നത്, എത്രയോ ചെറിയ കാര്യങ്ങളുണ്ട്, അത് ചെയ്യുമ്പോൾ ചെറുതായിരിക്കും, പിന്നെ അതിന്റെ പിന്നാലെ വന്നിട്ടുള്ളത് വളരെ വലിയ കാര്യങ്ങളായിരിക്കും. ചില വലിയ കാര്യങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്കുണ്ടാവും, അത് വളരെ നിസ്സാരമായിട്ടാണ് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യങ്ങൾ എത്ര വലുതാണ് എത്ര ചെറുതാണെന്നുള്ളത് തീരുമാനിക്കാനും നമ്മുടെ കയ്യിൽ വകുപ്പില്ല. അത് ചില നിസ്സാരമെന്ന് തോന്നുന്ന നമ്മൾ നിസ്സാരം വിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവതരമായി വളരെ വലുതായി തീരും. എത്ര വാക്കുകളുണ്ട്, ചിലർ വളരെ നിസ്സാരമായി തമാശക്കെന്ന് പറഞ്ഞു പോയതിരിക്കും. ഒരു കുടുംബം കലക്കാൻ അത് മതിയാവും, അല്ലെങ്കിൽ പരസ്പരം തെറ്റാൻ അത് മതിയാവും, ഒരു കച്ചവടം പൊളിക്കാൻ അത് മതിയാവും. ഞാനത് അങ്ങനെ പറഞ്ഞതല്ലേ, ആ പറഞ്ഞൊന്നും പിന്നുണ്ടാവില്ല. അതേസമയത്ത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, അതിന് ഒരു വില കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യം നിസ്സാരമാണോ വലുതാണോ എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. നമ്മൾ ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അതിന് ഖൈർ ഏത് എന്നുള്ളത് അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. അള്ളാഹുവാണ് അത് നന്നായി അറിയുന്നത്. ഫിൽ ഉമൂരി കുല്ലിഹ എന്നുള്ളടത്ത് ഒരു ഖൈദ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫിൽ ഉമൂരി കുല്ലിഹ എന്ന് പറഞ്ഞാൽ ആമുൻ ഉരീദ ബിഹിൽ ഖുസൂസ്. പദം ആമ്മാണ്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുസൂസാണ്. അങ്ങനെ ചില പദപ്രയോഗങ്ങളുണ്ട്. ഫിൽ ഉമൂരി കുല്ലിഹ എന്നാൽ എല്ലാം, പക്ഷെ എല്ലാം അതിൽ പെടൂല. എല്ലാം എന്നുള്ളത് ചില കാര്യങ്ങളിൽ എല്ലാം, ചിലത് ഒന്നും അതിൽ പെടൂല. ഏതുപോലത്തത്? വാജിബാത്തുകളോ
മുഹറമാത്തുകളോ ഇതിൽ പെടൂല. വാജിബാത്തുകളിൽ നമുക്ക് ചെയ്യണോ ചെയ്യണ്ടേ അതിലൊരു ഖിറത്ത് ചോദിക്കേണ്ട കാര്യമല്ല, അത് ചെയ്യുന്ന വേണം. മുഹറമാത്തുകളിൽ ഒഴിവാക്കണോ വേണ്ടേ അതിന് ഇസ്തിഖാറത്ത് നടത്തേണ്ട കാര്യമില്ല, അത് ഒഴിവാക്കേണ്ട വേണം. ഇതിനൊന്നും ഇസ്തിഖാറത്ത് കിടക്കൂല. മുബാഹാത്തുകളിലാണ് ഇസ്തിഖാറത്ത്. മക്രൂഹാത്തുകളുടെ കാര്യത്തിൽ ഇസ്തിഖാറത്തും മക്രൂഹാണ്. അതാണ് ഉലമാക്കളതിനെ സംബന്ധിച്ച് നൽകിയിട്ടുള്ള വിധി. അതേ സമയത്ത് വാജിബാത്തുകളിൽ ചില കാര്യങ്ങൾ നിർബന്ധമായിരിക്കും, പക്ഷെ മുവസ്സആയിരിക്കും. അതിന് സമയം കുറച്ച് അധികം ഉണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്തു തീർത്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്ത് ചെയ്യണം, ഏത് സമയത്ത് ചെയ്തു തീർക്കുന്നതാണ് എനിക്ക് ഖൈറ്, ആ രണ്ട് ഓപ്ഷൻ ഉള്ളതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അതിൽ ഇസ്തിഖാറ നടത്താം. അല്ലെങ്കിൽ ഗൈറു മുഅയ്യനായ ഇന്നതെന്ന് ഉണ്ടാകൂല, പലതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ ഇസ്തിഖാറത്ത് നടത്താം. ഏതുപോലെ ഉദ്ഹിയത്തിന് നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾക്ക് ആടിനറക്കണോ, പൈസന്റെ കണക്കനുസരിച്ച് ഇപ്പൊ ആടിനറക്കലായിരിക്കും എനിക്ക് ഖൈറ്, അല്ല എനിക്ക് സാമ്പത്തികമായ ചില ഞെരുക്കം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ആടിനറക്കണോ അല്ല പിന്നെ പോത്തിനറക്കണോ, ഏതിനറക്കലാണ് എനിക്ക് നല്ലത് എന്നുള്ളതൊരു ശങ്ക വന്നാൽ അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇസ്തിഖാറത്ത് ചെയ്തുകൊണ്ട് അത് തീരുമാനിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നടക്കും. അല്ലാതെ ഒരു കാര്യം വാജിബാണ്, അസർസ്കാരം നിസ്കരിക്കണോ വേണ്ടേ, അതിൽ ഇസ്തിഖാറത്തില്ല, അത് നിസ്കരിക്കല്ലോ വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് കള്ള് ഒഴിവാക്കണോ വേണ്ടേ, അതിൽ ഇസ്തിഖാറത്തില്ല, ഞാൻ എന്റെ കള്ളുടി നിർത്തണോ വേണ്ടേ, അത് ഇസ്തിഖാറത്തിന്റെ വിഷയമില്ല, അത് ഹറാം, അത് നിർത്തേണ്ടതാണ്. നേരെ മറിച്ച് മുബാഹാത്തുകളായ ഏതുപോലുള്ള കാര്യങ്ങളിൽ ഉലമാക്കൾ അത് വിശദീകരിച്ചെടുത്ത് പറഞ്ഞു, സഫർ, നിക്കാഹ്, ബൈഉ വശിറ, ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ഇസ്തിഖാറ. നമ്മുടെ ജീവിതത്തിൽ ദുനിയാവുമായും ആഖിറത്തുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ. അതിന് ദുനിയാവുമായിട്ടും ആഖിറത്തുമായിട്ടും ബന്ധമുണ്ട്. ആ കാര്യങ്ങളിൽ മുബാഹാത്തുകളായ ഒരു വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു യാത്രയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്, കച്ചവടത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും, അതാണ് ഫിൽ ഉമൂരി കുല്ലിഹ എന്ന് പറഞ്ഞത്. ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ബഹജത്തുൻ നുഫൂസിൽ ഈ കാര്യം വിശദീകരിക്കുന്നിടത്ത് വ്യത്യസ്തമായ ഇഹ്തിമാലാത്തുകൾ ഈ പദത്തെ സംബന്ധിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇങ്ങനെയാകാം റസൂലുള്ളാഹി ഉദ്ദേശിച്ചതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഇന്നതാകാം എന്നുള്ളത് മറ്റുള്ള ദലീലുകളിൽ വന്നിട്ടുള്ളത് വെച്ചുകൊണ്ട് വിശദീകരിച്ചത്. അതിൽ ഏതാനും ചിലത് ഞാൻ പറയാം. ഒന്ന്, അന്നൽ ഖുർആന ലാ യുഖ്റഉ ഇല്ലാ ബിജംഇൽ ഖൽബി അലൈഹി. ഖുർആൻ പോലെ എന്ന് പറയാൻ കാരണം, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാണ് പാരായണം ചെയ്യുന്നത്. ഈ ദുആ നിങ്ങൾ ദുആയിരക്കുമ്പോഴും അതുപോലെ നല്ല ജംഉൽ ഖൽബ് വേണം എന്നതായിരിക്കാം റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ മഅ്തലഫത് അലൈഹി ഖുലൂബുക്കും ഫഇദ ഇഖ്തലഫത് ഫഖൂമു അൻ. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുവിൻ, നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഹൃദയം ചിന്തിച്ചെതിരി പല ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എണീറ്റോളൂ. ഹൃദയം ഒന്നിച്ച് കിട്ടിയിട്ട് ഖുർആന്റെ അടുക്കൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഖുർആൻ നല്ല ഓതിക്കോളി. ഹൃദയം ചിന്തിച്ചെതിരി അത് ഖുർആന്റെ മുന്നിൽ നിങ്ങളെ കണ്ണുണ്ടാകും, നാവുണ്ടാകും, അതിന് കുറെ ഭാഗം വേറെ എവിടെയെങ്കിലും ഇരിക്കും, കുറെ നിങ്ങളെ കച്ചവട സ്ഥലത്തായിരിക്കും, കുറെ നിങ്ങളെ വീട്ടിലായിരിക്കും, കുറെ കുട്ടികളുടെ കാര്യത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ ഖുർആനൊത്ത് നിർത്തിക്കളി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, നിങ്ങൾ നല്ല ജംഉൽ ഖൽബോട് കൂടി ഈ ദുആ പഠിച്ചു പറയണം എന്നുള്ളത്. അല്ല ഖുർആനോട് തശബ്ബുഹ് ചെയ്തതിൽ ഹിഫ്ളു ഹുറൂഫിഹി വതർതീബിഹാ വലാ യുബദ്ദലു മിൻഹാ ശൈഉൻ ബിശൈ കമാ ഹുവൽ ഖുർആൻ യഖറഉ ബിൽ ഫാ വൽ വാവ്. ഖുർആൻ പോലെ അതിലെ ഒരു പദവും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാതെ തിരുത്താതെ അതുപോലെ ഹിഫ്ളാക്കി ചൊല്ലണം എന്നതായിരിക്കാം റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്. അത് വേറെ ചില ഹദീസുകളെ സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനത്തെ ദുആകൾ പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി പരിശോധിച്ചിരുന്നത് ആ ഹർഫുകൾ അങ്ങനെ തന്നെ പാലിക്കുന്നുണ്ടോ എന്നൊരു ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ഹുറൂഫുകൾ അതുപോലെ പഠിച്ച് ഹിഫ്ളാക്കി, ഖുർആൻ പഠിക്കുന്നത് പോലെ പഠിച്ച് ഹിഫ്ളാക്കി
ഒരു വാവോ ഫാവോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല ഖുർആൻ ഓതുന്നതിൽ. അത്ര ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ദുആ പഠിച്ചോളി എന്നർത്ഥത്തിലാകാം. അല്ല, ഇതിൽ നിങ്ങൾ ഏറ്റക്കുറച്ചിലൊന്നും വരുത്തണ്ട, കാരണം ഖുർആനിൽ ഏറ്റക്കുറച്ചിലൊന്നും വരുത്താത്തത് പോലെ എന്നർത്ഥത്തിലാകാം. അതല്ലെങ്കിൽ ഇത് നിങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും നിങ്ങളെ ഹിർസ് കാണിക്കണം. ഖുർആൻ നിങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഹിർസ് കാണിക്കുന്നത് പോലെ നിങ്ങളിത് പഠിക്കണം, പഠിപ്പിക്കണം എന്ന അർത്ഥത്തിലാകാം. ഇങ്ങനെ തുടങ്ങി പല നിലക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിന്റെ അർത്ഥതലത്തിൽ പെടാവുന്നതുമാണ്. അതിന്റെ ഗൗരവമാണ്, അത് പഠിച്ചിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. ഖുർആൻ പഠിക്കുന്നത് പോലെ പഠിച്ചിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ പദത്തിലുള്ളത്. ഇതാണ് മൊത്തത്തിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. യഖൂലു ലനാ, റസൂലുള്ളാഹി ഞങ്ങളോട് പറയാറുണ്ട്, ഇദാ ഹമ്മ അഹദുകും ബിൽ അംർ, നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ. ഹമ്മ എന്ന് പറഞ്ഞാൽ സാധാരണ ഖവാത്തിറുകളെ സംബന്ധിച്ച് പറയാറുള്ളത് അൽ ഹിമ്മ സുമ്മൽ ലുമ്മ സുമ്മൽ ഖത്റ. ആദ്യം മനസ്സിൽ കടന്നു വരുന്നത് ഹിമ്മത്താണ്, ഒരു തോന്നൽ എന്ന് പറയുന്നത്. പിന്നെ അത് ഒരു ലുമ്മത്തായി തീരും, ഒന്നുകൂടി ഒരു ഉൾപ്രേരണ കുറച്ചുകൂടി ശക്തിയായിട്ടുള്ളത്. പിന്നെ അതൊരു ഖത്റത്തായി, അത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയായി മാറും. ആദ്യ ഹിമ്മ, പിന്നെ ലുമ്മത്ത്, പിന്നെ ഖത്റത്ത്. ഇങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന്. അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് സുമ്മ നിയ്യ സുമ്മ ഇറാദ സുമ്മ അസീമ. പിന്നെ നിയ്യത്ത്, പിന്നെ ഇറാദത്ത്, പിന്നെ അസീമത്ത്. പിന്നെ അതൊരു ഉറച്ച ഉദ്ദേശമായി മാറും. നിയ്യത്ത് ചെയ്യണം എന്നുള്ള ശരിയായ ഉദ്ദേശം. പിന്നെ അത് ഇറാദത്തായി, കുറച്ചുകൂടി കട്ടിയുള്ള ഇറാദത്തായി മാറി. പിന്നെ അസീമത്ത് ഉറച്ച തീരുമാനമായി മാറി. ഇങ്ങനെയാണ് മനസ്സിൽ കടന്നു വരുന്ന ചിന്തയുടെ സ്റ്റെപ്പ് എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. ഈ അർത്ഥത്തിലാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പാണെന്ത്? ഹിമ്മത്ത് എന്നുള്ളത്. ഇതാ ഹമ്മ എന്ന് പറഞ്ഞാൽ. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇസ്തിഖാറത്ത് നടത്തേണ്ടതുണ്ടോ ഇല്ലേ? ഈ കാര്യം ഇബ്നു ഹജറൊക്കെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇറാദത്ത് എന്ന അർത്ഥത്തിലാണ് ഹമ്മ എന്നുള്ളത്. കാരണം മനസ്സിൽ കടന്നു പോകുന്ന എല്ലാ ചിന്തയും ഒക്കെ ഇസ്തിഖാറത്ത് നടത്തേണ്ട കാര്യമല്ല. തീരുമാനിച്ചൊരു ഉദ്ദേശമായി മാറി അസീമത്തിലേക്ക് കടക്കും മുൻപ് എന്ത് ചെയ്യണം? ഒരു ഇറാദത്തായി മാറിയാൽ അസീമത്തിലേക്ക് കടക്കും മുൻപ് അവിടെയാണ് എന്ത് വേണ്ടത്? ഇസ്തിഖാറത്ത് വേണ്ടത് എന്നാണ്. അല്ലാതെ എല്ലാ മനസ്സിൽ കൂടി കടന്നു പോണതും അങ്ങനെ മനസ്സിൽ കൂടി കടന്നു പോണതിനൊന്നും അള്ളാഹു നമ്മളെ പിടികൂടില്ലെന്ന് പറഞ്ഞ ഇദാ ഹമ്മ അഹദുക്കും ഇദാ ഹമ്മ ബിൽ ഹസനത്തി ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില വഇദാ ഹമ്മ ബിസ്സയ്യിഅ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ഇൻദഹു അൽ ഹസന. ആ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിലൊക്കെ ഉള്ളത് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു അങ്ങനെ കടന്നു, അവിടേക്ക് ഇറാദത്താണ് ഉദ്ദേശം ഇങ്ങനെ കടന്നുപോയി. ആ കടന്നുപോയതിന് അള്ളാഹ് എന്ത് ചെയ്യില്ല, നമ്മളെ പിടികൂടി ശിക്ഷിക്കൂല, അസീമത്തായി മാറാതെ. അതേ സമയത്ത് അതൊരു സയ്യിഅത്താണെങ്കിൽ അള്ളാഹ് അതിന് ശിക്ഷിക്കൂല. ഒരു ഹസനത്തിനാകട്ടെ അത് മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നുപോയാൽ തന്നെ അള്ളാഹു അതിന് പ്രതിഫലം തരുന്നതാണ്. നന്മ ചെയ്യാനുള്ള ഒരു നന്മ ഉദ്ദേശിക്കുക എന്നുള്ളതിനടക്കം പ്രതിഫലം തരുന്നത്. അതൊരു ഇദാ ഹമ്മ അഹദുക്കും, അവിടെ അത്രയും പ്രതിഫലം ചെയ്താൽ 10. ശരി, ഇവിടെ ഇദാ ഹമ്മ അഹദുക്കും എന്നുള്ളത് ഇദാ അറാദ അഹദുക്കും എന്ന് ഈ ഹദീസിന്റെ തന്നെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദിൽ തന്നെ ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് വെച്ചിട്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി ഇവിടെ ഇദാ അറാദ അഹദുക്കും എന്നതാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരാളുടെ ഇറാദത്തായി തീർന്നാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അങ്ങനെയാണെങ്കിൽ അതിൽ ഖൈർ ഏതാണ് എന്ന് അള്ളാഹിനോട് ചോദിക്കാൻ. ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംർ, നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ആ അമ്ര ഏതാണെന്നുള്ളത് ഫിൽ ഉമൂരി കുല്ലിഹ എന്നുള്ളത് പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞു. ഫൽയർക റക്അതൈനി മിൻ ഗൈരിൽ ഫരീദ, ഫൽയർക അവൻ റുകൂഅ ചെയ്യട്ടെ, അഥവാ നമസ്കരിക്കട്ടെ. റക്അതൈൻ 2 റക്അത്തുകൾ, മിൻ ഗൈരിൽ ഫരീദ ഫരീദത്തല്ലാത്ത 2 റക്അത്ത് നമസ്കരിക്കട്ടെ. ഫരീദത്തല്ലാത്ത 2 റക്അത്ത് എന്ന് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണെന്ത്? റവാത്തിബുകളാകാം, തഹിയ്യത്തുൽ മസ്ജിദ് ആകാം, അല്ല ഇതിനു വേണ്ടി മാത്രം ഉദ്ദേശിച്ച് പ്രത്യേകം 2 റക്അത്താണ്. അതൊക്കെ ഇതിൽ പെടുന്നുള്ളതാണ്. നബവി റഹ്മഹുല്ലാഹ് അത് വിശദീകരിച്ചു പോയിട്ടുള്ളതും അപ്രകാരമാണ്.
ഒരാൾക്കൊരു ഉദ്ദേശമുണ്ട്. അത് അയാൾ പിന്നെ ഒരു മുഹർ നമസ്കാരം കഴിഞ്ഞ് റവാത്തിബ് 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? ഈ ഇസ്തിഖാറത്ത് ചെയ്യാം. ഇസ്തിഖാറത്തിന് പ്രത്യേകം സമയമുണ്ടോ? പ്രത്യേകം സമയം ഹദീസിൽ വന്നിട്ടില്ല. ഈ ഇങ്ങനെ മുത്തലക്കായ റസൂലുള്ള പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. റക്അത്ത് എപ്പോഴുമാകാം, എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അപ്പോഴൊക്കെ ആകാം. അതിന് സമയമില്ല. 2 റക്അത്ത് നമസ്കരിക്കുക, അതിനായി 2 റക്അത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഫരീദത്തല്ലാത്ത ഏത് 2 റക്അത്ത് നമസ്കരിത്തിന്റെ കൂടെയും ഈ ദുആ ചെയ്യാമെന്നുള്ളതും ഇതിന്റെ ലഫ്ളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ഫരീദത്തല്ലാത്ത 2 റക്അത്ത് നമസ്കരിക്കട്ടെ. എന്നാൽ ഇതിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഒരു ചർച്ചയിലുള്ളത്, ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ്, ഇപ്പോ ളുഹറിന്റെ റാത്തിബത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കൊരാൾക്കൊരു കാര്യം ആലോചനയിൽ വന്നു, അയാൾ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട്, ഇടക്കാണ് വന്നത്, അതിന്റെ മുമ്പില്ല, എന്നാൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഇസ്തിഖാറ ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? ഉലമാക്കൾക്കിടയിൽ 2 അഭിപ്രായം ഉള്ളതാണ്. അതില് വല്ലാഹു അലം ഇവിടെ പിന്നെ ഗ്രന്ഥകാരൻ തർജീഹ് ചെയ്തിട്ടുള്ളതും അതുപോലെ മറ്റു ചില പിന്നെ മുൻഗാമികളായ ഉലമാക്കളിൽ പലരും തർജീഹ് ചെയ്തിട്ടുള്ളതും പറ്റൂല. കാരണം റസൂലുള്ളാഹ് അതിനു മുൻപല്ലേ ഇദാ ഹമ്മ അഹദുക്കും ഫലിയറക്കാൻ എന്നാ പറഞ്ഞത്. തീരുമാനിച്ചാൽ അത് വെച്ചുകൊണ്ട് ആ നിയത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത്, അല്ലാതെ ഇടക്കച്ചിട്ട് പിന്നെ അതിലേക്ക് പോകുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നബവിയെപ്പോലുള്ളവരല്ല അത് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലം. ഏതായിരുന്നാലും അതിന് മുൻപായിരിക്കുന്നതാണ് ഖൈറ് ഈ ഹദീസിന്റെ ലഫ്ള് വെച്ചിട്ട്. ഫലിയറക്കഅത്തൈൻ എന്നുള്ള ആ ലഫ്ള് വെച്ചിട്ട് നിങ്ങളൊന്ന് ആ തീരുമാനം മുൻനിർത്തിയിട്ട് നിങ്ങൾ നിസ്കരിക്ക്, എന്നിട്ട് ദുആ ചെയ്യുന്നുള്ളതാണ്. സുമ്മലിയഖുൽ, പിന്നെ അവൻ പറയട്ടെ. 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം പറയണം. അപ്പൊ ഇതിന്റെ രൂപം കിട്ടി എങ്ങനെയാണ്? 2 റക്അത്ത് നമസ്കരിക്കണം. ആ നമസ്കാരത്തിന് ശേഷമാണ് ഇത് പറയേണ്ടത്. നമസ്കാരത്തിന് ശേഷം എന്നുള്ളത് എവിടെയാണ് പറയേണ്ടത്? അവിടെയും ഉലമാക്കൾക്കിടയിൽ ചില വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. ചിലർ പറഞ്ഞു സുമ്മ എന്നുള്ളത് തറാഹിയാണ്, അതുകൊണ്ട് നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം, സലാം വീട്ടിയതിന് ശേഷമാണ് ഈ ദുആ ചെയ്യേണ്ടത് എന്ന്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള മുഹഖ്ഖീങ്ങൾ തർജീഹ് ചെയ്യുന്നത് നമസ്കാരത്തിന്റെ അവസാനത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, എവിടെ? തശഹുദില്. തശഹുദും സ്വലാത്തും അതുപോലെ തന്നെ 4 കാര്യങ്ങളിൽ നിന്നുള്ള ആ തഅവീദും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദുആ ചെയ്തോളി എന്ന് പറഞ്ഞിടത്ത് ഇതും പ്രവേശിക്കും. അത്തരം ചില നുസൂസുകൾ വെച്ചുകൊണ്ട് ഇതും പ്രവേശിക്കും. അതുകൊണ്ട് അവിടെയാണ് ഏറ്റവും നല്ലത് എന്നുള്ള നിലക്ക് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും വജുഹുള്ളത് തന്നെയാണ്. ഒരാൾക്ക് ഇത് രണ്ടും മാറി മാറി ചെയ്യാം എന്നുള്ളതാണ് ഇത് രണ്ടിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. വല്ലാഹു അലം. ഒന്നുകിൽ നമസ്കാരത്തിൽ തന്നെ ഈ തശഹുദൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചൊല്ലാം, അല്ലെങ്കിൽ സലാം വീട്ടിയതിന് ശേഷം ചൊല്ലാം. മാറ്റി മാറ്റി ഒരാൾ ചെയ്താൽ രണ്ടുകൊണ്ടും അമല് ചെയ്യാം. ഹദീസിന്റെ ലഫ്ളിൽ സുമ്മയിൽ നിന്ന് അത് രണ്ടിനും ഇഹ്തിമാലുള്ളതാണ്. വല്ലാഹു അലം. എന്താണ് ദുആ ചെയ്യേണ്ടത്? അവിടെയാണ് നമുക്ക് പ്രധാനം. ഈ ദുആയാണ് നമ്മൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ള ആരെങ്കിലും ഹദീസ് കേട്ടാൽ മതിയാവും, അത് നിങ്ങളെ ഹിഫ്ളാക്കിയില്ലെങ്കിൽ. ദുആ നിങ്ങൾ ഹിഫ്ളാക്കൽ നിർബന്ധമാണ്. എങ്കിലേ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഏതുപോലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ റസൂലിനെ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് സുമ്മലിയഖുൽ, പിന്നെ അയാൾ പറയേണ്ടത്. ഇനി അതില് നേരത്തെ പറഞ്ഞു പോയ റിവായത്തുകൾ വന്ന എല്ലാ ഭാഗവും ഞാൻ കൊണ്ടുവരുന്നില്ല. ഒരു ദുആ എന്നുള്ള നിലക്ക് പറയാൻ കഴിയുന്ന അതിലുള്ള വന്നിരിക്കുന്ന അൽഫാദുകൾ പിന്നെ ബുഖാരിയുടെ ഒക്കെ റിവായത്തിൽ വന്നിട്ടുള്ളത്, അങ്ങനെ ഒറ്റ റിവായത്തിൽ വന്നിട്ടുള്ളത് മാത്രം വെച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, ഞാൻ വേണമെങ്കിൽ എഴുതാം. ചോക്കുന്നു
അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക. وأسألك من فضلك العظيم. ഇത്രയും നോക്കാം കാര്യം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ്. യാ അല്ലാഹ്. ആ മീം യാന് പകരം ബദലാണ്. യാ അല്ലാഹുമ്മ എന്ന് ഒരുമിച്ച് പറയില്ല. ഒന്നുകിൽ യാ അല്ലാ അല്ലെങ്കിൽ അല്ലാഹുമ്മ എന്ന്. അല്ലാഹുമ്മ അല്ലാഹുവേ, യാ അല്ലാഹ്. ഇന്നി, ഇന്ന നിങ്ങൾക്കറിയാം തഅക്കീദിൻ്റെതാണ്. ഇന്നി തീർച്ചയായും ഞാൻ. അസ്തഖീറുക, അസ്തഖീറുക ഖൈർ ചോദിക്കുന്നു, നിന്നോട് ഖൈറിനെ ചോദിക്കുന്നു. അസ്തഖീറു ഞാൻ ഖൈർ ചോദിക്കുന്നു, ക നിന്നോട്. അസ്തഖീറുക ബിഇൽമിക നിന്റെ ഇൽമിനെ മുൻനിർത്തിക്കൊണ്ട്. ആ ബാ ഇസ്തിആനത്തിനുള്ള ബായാണ്, അല്ല ഇസ്തിഅ്താഫിനുള്ള ബായാണ്, തഅലീലിനുള്ള ബായാണ്. ഇങ്ങനെ 3 തരത്തിലാണ് ആ ബാനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായം തേടുന്നത്. അള്ളാന്റെ ഇൽമിനെ മുൻനിർത്തി, അള്ളാന്റെ സിഫത്താണ്, ആ സിഫത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ബാ. അല്ലെങ്കിൽ ഇസ്തിഅ്താഫിന് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ വിനയം കാണിക്കാൻ, അള്ള ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം അംഗീകരിച്ചുകൊണ്ട് പറയാൻ വേണ്ടി. ഏതുപോലെ റബ്ബി ബിമാ അൻഅംത അലൈ എന്ന് പറയുന്നത് പോലെ, റബ്ബി ബിമാ അൻഅംത അലൈ, റബ്ബേ നീ എന്റെ മേൽ അനുഗ്രഹം ചെയ്തതുകൊണ്ട്. ഇസ്തിഅ്താഫിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തഅലീലിന് വേണ്ടി, അള്ളാഹുവേ നീയാണ് കാര്യങ്ങൾ അറിയുന്നത് എന്നത് കാരണത്താൽ. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, അല്ലാഹുവേ നിന്റെ ഇൽമിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ഖൈർ ചോദിക്കുന്നു. നിന്റെ ഇൽമിനെ മുൻനിർത്തി നിന്റെ സഹായം മുഴുവൻ ചോദിച്ചുകൊണ്ട് നിന്നോട് ഞാൻ ഖൈർ ചോദിക്കുന്നു. വഅസ്തഖ്ദിറുക, ഖുദ്റത്ത് എന്നുള്ളതിൽ നിന്നാണ് അസ്തഖ്ദിറു, അതിന്റെ ഇസ്തിഫ്ആൽ. അസ്തഖ്ദിറുക ഞാൻ നിന്നോട് കഴിവ് ചോദിക്കുന്നു, ഖുദ്റത്ത് ചോദിക്കുന്നു. ഐ അത്ലുബു മിൻക അൻ തഖ്ദിറനി അലൈ, ആ കാര്യം ചെയ്യാൻ എനിക്ക് നീ കഴിവ് നൽകണേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബി ഖുദ്റതിക, നിന്റെ ഖുദ്റത്തിനെ മുൻനിർത്തിക്കൊണ്ട്. നിന്റെ ഖുദ്റത്ത്, നിന്റെ കഴിവ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ട്. അപ്പൊ നിന്റെ ഇൽമ് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ഖൈർ ഏത് എന്ന് ചോദിക്കുന്നു. നിന്റെ ഖുദ്റത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് കഴിവ് ചോദിക്കുകയും ചെയ്യുന്നു. ആ കാര്യം ചെയ്യാനുള്ള കഴിവെനിക്ക് നൽകണേ എന്നതും ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക ഞാൻ നിന്നോട് ചോദിക്കുന്നു. മിൻ ഫദ്ലിക്കൽ അളീം,
നേരത്തെ പറഞ്ഞതും ഇനി പറയാത്തതുമായ എല്ലാ കാര്യം പെട്ടു. ഖൈറ്, ഖുദ്റത്ത്, അള്ളാന്റെ ഫضല് മുഴുവനും. ഇനി എന്തൊക്കെ അള്ളാഹ് ഫضലായി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, മിൻ ഫضലിക്കൽ അളീം, നിന്റെ മഹത്തായ ഫضലിൽ നിന്ന് മുഴുവൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക മിൻ ഫضലിക്കൽ അളീം, നിന്റെ മുഴുവൻ ഫضലിൽ നിന്നും നിന്റെ മുഴുവൻ ഔദാര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. മഹത്തായ ആ അളീമായ ഫضലിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ ഈ ചോദ്യത്തിലൂടെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റത്തെ വിനയാന്വിതനായി മാറി. അങ്ങേയറ്റം ഉബൂദിയത്തിൽ അങ്ങേയറ്റം അയാൾ എത്തിക്കഴിഞ്ഞു. അള്ളാന്റെ മുന്നിലുള്ള ഉബൂദിയത്തിൽ അയാൾ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞു. ഇവിടെ അള്ളാന്റെ വുജൂദ് അയാൾ അംഗീകരിച്ചു, അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു, അള്ളാന്റെ ഖുദ്റത്ത് അംഗീകരിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഇഫ്തിഖാർ അവൻ നടത്തുകയും ചെയ്തു. അങ്ങേയറ്റം ഞാൻ ആവശ്യക്കാരനാണ് എന്നുള്ള ആ ഖുദൂഉം തദല്ലുലും എല്ലാം അവിടെ വെളിവാകുന്നതാണെന്ന് ഈ പദങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം. ഇതാണ് ശരാശരി അതിന്റെ അർത്ഥം. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു, ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു. فإنك تقدر ولا أقدر. കാരണം റബ്ബേ ഇന്നക തഖ്ദിർ, നിനക്കാണ് കഴിവുള്ളത്, വല അഖ്ദിർ, എനിക്കൊരു കഴിവുമില്ല. നിനക്കാണ് കഴിയുന്നത്, എനിക്ക് കഴിയില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ അതേ മഅന. ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ. അല്ലാഹ് ഒരു കാര്യത്തിന് നമുക്ക് തൗഫീഖ് നൽകിയാലല്ലാതെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യാനോ, ഊരിപ്പോരണമെന്ന് വിചാരിച്ചാൽ, ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് ഊരിപ്പോരാനോ നമുക്ക് കഴിയില്ല. അല്ലാഹ് അവന്റെ ഖുദ്റത്തിൽ, ആ കാമിലായ ഖുദ്റത്തിൽ നിന്ന് നമ്മളെ സഹായിച്ചാലല്ല. ഫഇന്നക തഖ്ദിർ, കാരണം നീയാണ് എല്ലാം കഴിവുള്ളവൻ. അൽ ഖുദ്റത്തുൽ കാമില, അത് നിനക്കാണ്. വലാ അഖ്ദിർ, എനിക്ക് കഴിവില്ല. അഥവാ നീ എന്തെങ്കിലും സഹായിച്ചാലല്ലാതെ എന്നെ കൊണ്ടൊരു കാര്യത്തിനും കഴിയില്ല. വതഅലമു വലാ അഅലം, وتعلم ولا أعلم. وتعلم, നീയാണ് അറിയുന്നവൻ, നീ അറിയുന്നു. ولا أعلم, എനിക്കൊന്നും അറിയില്ല. ഏതാണ് ഇതിൽ ഖൈറ്? അത് ഖൈറ് ചെയ്യാനുള്ള കഴിവ് അതെനിക്കില്ല. അത് നീ ഖൈറ് ചെയ്യാനുള്ള കഴിവ് തന്നാലല്ലാതെ എനിക്ക് ഖൈറിലെത്താൻ കഴിയില്ല. ഏതാണെങ്കിൽ ഖൈറ് അത് നീ അറിയുന്നു. വല അഅലം, എനിക്കറിയില്ല. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഅസാ അൻ തക്റഹു ഷൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ ഫഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഞാൻ പറഞ്ഞ ആയത്ത്, നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും ചെയ്യാൻ, പക്ഷെ അതിലായിരിക്കും നിങ്ങളുടെ ഖൈറ്. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടാകും, അതിലായിരിക്കും നിങ്ങൾക്ക് ശർറ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾക്കറിയില്ല. കാര്യങ്ങളുടെ പര്യവസാനം നന്നായി അറിയുന്നത് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ആ ഇൽമ് അംഗീകരിക്കുകയും അല്ലാഹുവിന്റെ ഇൽമ് അംഗീകരിക്കുകയും അത് മുൻനിർത്തിക്കൊണ്ടാണ് അവന്റെ ഇഫ്തിഖാർ വെളിവാക്കുകയും ചെയ്യുന്നത്. വതഅലമു വലാ അഅലമു വഅൻത അല്ലാഹുൽ ഖുയൂബ്. وأنت علام الغيوب. وأنت നീയാകട്ടെ علام الغيوب, അല്ലാമാണ്,
ആലിം എന്നുള്ളതിന്റെ സീഗ മുബാലഗ. അങ്ങേയറ്റം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നത് നീയാണ്. ഏതിനെ സംബന്ധിച്ച്? അല്ലാമുൽ ഗുയൂബ്, ഗൈബ്, അതിന്റെ ജമ്മാണ് ഗുയൂബ്. ഗുയൂബായ ഗൈബായ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്ന, അങ്ങേയറ്റം നന്നായി അറിയുന്നവൻ നീയാണ് റബ്ബേ. നീ ഗൈബുകൾ ഏറ്റവും നന്നായി അറിയുന്നവനാണ്. എന്താ ഗൈബ്? ഗൈബ് എന്ന് പറഞ്ഞാൽ മാ ഗയ്യബഹുല്ലാഹ് അനിൽ ഇദ്റാകി വൽ ഹിസ്. ഇദ്റാക്കിൽ നിന്നും ഹിസ്സിൽ നിന്നും അല്ലാഹു മറയിട്ടത്. മാ ഗയ്യബഹുല്ലാഹു അന്ന, നമ്മിൽ നിന്ന് അല്ലാഹു മറയിട്ടിരിക്കുന്ന കാര്യങ്ങൾ. അനിൽ ഇദ്റാക് വൽ ഹിസ്, ഇദ്റാക്കിൽ നിന്നും ഹിസ്സിൽ നിന്നും. ഒരു കാര്യം മനുഷ്യ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുക? ഒന്നുകിൽ ഇദ്റാക്കിലൂടെ അല്ലെങ്കിൽ ഹിസ്സിലൂടെ. ഒന്നുകിൽ ആ കാര്യത്തെ സംബന്ധിച്ചുള്ള പഠനവും മറ്റുമൊക്കെ ആയിട്ടാണ് അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ തൊട്ടറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെത്താൻ കഴിയാത്തതും അല്ലെങ്കിൽ മനുഷ്യന് തൊട്ടറിഞ്ഞ് തജ്രിബത്ത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ മേഖലക്കൊക്കെ അപ്പുറത്തുള്ളതാണ് എന്ത്? ഗൈബ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചെത്താൻ കഴിയില്ല, അള്ളാഹു അതിൽ നിന്ന് തടയിട്ടിട്ടുണ്ട്. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിയാൻ കഴിയില്ല, അള്ളാഹു അതിൽ നിന്ന് തടയിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയാം. അപ്പൊ നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചെത്തി സംഗതിയുടെ കാര്യം പിടുത്തം കിട്ടാവുന്ന ആ കാര്യം, അതാർക്ക് പിന്നെ ചിന്തിച്ചെത്തി കാര്യങ്ങൾ പിടിച്ചെത്താവുന്ന കാര്യത്തിന്റെ മേഖലയ്ക്ക് അപ്പുറമുള്ളത് അത് അള്ളാഹുവാണ് അറിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിഞ്ഞിട്ട് മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. അതിനപ്പുറമുള്ള കാര്യങ്ങൾ എന്നുള്ള ഗൈബ് അത് അല്ലാഹ് മാത്രമാണ് അറിയുന്നത്. ഇതിൽ വിശ്വസിക്കാന്നുള്ള, ഈ ഗൈബിൽ വിശ്വസിക്കാന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ പരമപ്രധാനമായ ഒരു ക്വാളിറ്റി. എന്നല്ല, സൂറത്തുൽ ബഖറയില് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ള ഔസാഫുകൾ പറയുന്നിടത്ത് ആദ്യത്തെ വസ്ഫ് തന്നെയും എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണവർ. എന്താ ഗൈബ്? ഈ തഅരീഫ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, മാ ഗയ്യബഹുല്ലാഹ് അനിൽ ഇദ്റാകി വൽ ഹിസ്. അല്ലാഹ് ഇദ്റാക്കിൽ നിന്നും ഹിസ്സിൽ നിന്നും മറയിട്ടതാണത്. പിന്നെ നമുക്കത് കിട്ടണം, അവിടേക്ക് എത്തിക്കണം എന്നാലും വാശി പിടിക്കരുത്. ഗൈബിയായ കാര്യങ്ങളെ ചിലർ വ്യാഖ്യാനിച്ചൊപ്പിച്ചു കൊടുക്കും ബുദ്ധിക്ക് ഒത്തു കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാഹ് അവിടേക്ക് മറത്ത കാര്യമാണ് അത്. പിന്നെ ബുദ്ധിക്ക് ഒപ്പിച്ചോ ഒക്കോ? ബുദ്ധിക്ക് ഒപ്പിച്ചാ ഒക്കാത്തതിന്റെ അതിന്റെ അപ്പുറത്തുള്ള കാര്യമാണ് അത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗൈബിയായ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ മറക്കലിലുള്ള വിശ്വാസം നിങ്ങളെങ്ങനെ ബുദ്ധി കൊണ്ട് സ്ഥാപിച്ചു കൊടുക്കുക? സ്വർഗം, നരകം, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ മേലുള്ള സിറാത്ത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പിന്നെ അനുഗ്രഹങ്ങൾ, അതല്ലെങ്കിൽ അള്ളാഹ് വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ചില ഇനി അശ്റാത്ത് സായിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിലൊക്കെ പലതും ഗൈബിയായ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്തില്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് ഒപ്പിച്ചാൽ ഒക്കാത്തതാണ്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കാന്നുള്ളതാണ് ഒരു മുഅ്മിന്റെ ക്വാളിറ്റി. പക്ഷെ അതുപോലും നമുക്കിപ്പോ എന്ത് വേണം? സ്വർഗവും നരകവും പോലും ഇപ്പൊ വരച്ച് കാണിച്ചു കൊടുത്തിട്ട് വേണം ആളുകൾക്ക് വിശ്വസിക്കാൻ എന്നുള്ളടത്തെത്തി. അപ്പൊ കുറച്ചുകൂടി വിശ്വാസം ഉണ്ടാവും. അത് ഗൈബാണ്. അല്ലാഹ് നമ്മുടെ ഇദ്റാക്കിൽ നിന്ന് ഹിസ്സിൽ നിന്നും തടയിട്ടതാണ്. പക്ഷെ അതുപോലും ഷഹാദത്തിന്റെ അടുത്തേക്ക് എത്തിയാലേ പിന്നെ ആളുകൾ വിശ്വസിക്കുന്നുള്ളിടത്താണ്. അപ്പൊ നമ്മളെല്ലാ കാര്യവും അങ്ങനെ കണ്ണിൽ കണ്ടതിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. ഗൈബിയായ കാര്യങ്ങളിലുള്ള ഈമാൻ പോയതോട് കൂടിയിട്ട് നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടത്? നമ്മുടെ തവക്കുൽ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളെ ക്ഷമയുടെ ഒരു വലിയ ഭാഗം നഷ്ടപ്പെട്ടു. കാരണം നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അത് കാരണത്തോട് ചേരുമ്പോൾ അവിടെ നടക്കുന്ന ഈ ലോകത്ത് മാത്രം. നമ്മുടെ ഇദ്റാക്കിനോ നമ്മുടെ ഹിസ്സിനോ എത്താൻ കഴിയുന്നതിനപ്പുറം അല്ലാഹ് പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പിന്നെയും അതിന്റെ ഹിക്മത്തും തേടി നടക്കണം. അതിപ്പോ എന്തിരിക്കും അങ്ങനെ, അതിപ്പോ എന്തിരിക്കും അങ്ങനെ ആക്കിയത്, അതെന്തിരിക്കും അങ്ങനെ ആയത്, ഇത് തേടി നടക്കുകയാണ്. അള്ളന്റെ വഹി കൊണ്ട് കൊടുക്കാൻ ജിബ്രീലിനെ തന്നെ ഏൽപ്പിച്ചത്, അതെന്താ മീക്കായിലിനെ ഏൽപ്പിച്ചില്ല? ഇതൊക്കെ പാടെ ബുദ്ധിക്കാട് ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ എവിടുക്കെത്തൂല. അള്ളാഹ് നമ്മളെ ബുദ്ധിയിൽ നിന്ന് അവിടെ തടയിട്ടിരിക്കുന്ന, മറയിട്ടിരിക്കുന്ന അതാണ് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. പിന്നെ ആ ഗൈബിയാത്തുകൾ ചകഞ്ഞിട്ട് ബുദ്ധിക്കൊപ്പിക്കാൻ നടക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ഗൈബാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നുള്ളതാണ് മുഅ്മിനീങ്ങളുടെ ആദ്യത്തെ സിഫത്ത്. ഗൈബ് പോലും നമുക്ക് ഇന്ന് വേണം ഹിക്മത്ത് അറിയണം, ഒക്കത്തിന് ഹിക്മത്ത് അറിയണം. എന്തിരിക്കൂല അപ്പൊ അത് അങ്ങനെ ആയത്, എന്തിരിക്കൂല അങ്ങനെ ആയത് എന്നറിയണത്. ആ അങ്ങനെ ആയത് എന്നുള്ളത് സ്വഹാബത്തിന്റെ ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. അവരത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, മസീഹ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഗൈബാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു,
അന്നത്തെ ദിവസങ്ങൾ ആദ്യത്തെ ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാവും, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം ഉണ്ടാവും, മൂന്നാമത്തെ ദിവസത്തിന് ഒരാഴ്ചയുടെ ദൈർഘ്യം ഉണ്ടാവും, ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസങ്ങൾ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണക്കൂട്ട് എങ്ങനെയാണ്? അപ്പോ എങ്ങനെ ഇപ്പൊ 24 മണിക്കൂർ കണക്കാക്കുക, എങ്ങനെ ഇപ്പൊ സമയം കണക്കാക്കുക, എങ്ങനെ ഇപ്പൊ നമ്മൾ ഉറക്കത്തിന്റെ കാര്യം എന്തായിരിക്കും, നമ്മളെ ഉണർവിന്റെ കാര്യം എന്തായിരിക്കും, ഭക്ഷണത്തിന്റെ കാര്യം, ഇതൊക്കെ ഇരിക്കും, നമ്മളെ കച്ചവടത്തിന്റെ കാര്യം എന്തായിരിക്കും, ഇതൊക്കെ നമ്മളിപ്പോ ആലോചിച്ച് കുത്തിരിക്കുക. ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസം വന്നാൽ എങ്ങനെ ഇരിക്കും? സഹാബത്ത് ആകെ ചോദിച്ച ചോദ്യം എങ്ങനെ റസൂലെ സമയപരിധിയിൽ അല്ലെങ്കിൽ കാലത്തിന്റെ ഓരോന്ന് പറഞ്ഞിട്ട് അതിലിത് ഒപ്പിച്ച് കിട്ടുക, സമയത്തിന്റെ ദൈർഘ്യത്തിൽ അതെങ്ങനെ അത് അളക്കാൻ കഴിയുക, അപ്പൊ എങ്ങനെ ഇരിക്കും അതിന്റെ ഈ ജാതി ശാസ്ത്രീയമായ ഒരു കാര്യവും റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചില്ല. സഹാബത്ത് ചോദിച്ചത് അവർക്ക് ഉപകാരം ഒരു കാര്യത്തിൽ മാത്രം, റസൂലെ ഞങ്ങൾ അപ്പൊ എങ്ങനെ നിസ്കരിക്കണ്ടേ, ഇത് അവർക്കറിയേണ്ടതുള്ളൂ. എങ്ങനെ ഞങ്ങൾ നിസ്കരിക്കേണ്ടത്, ഇതല്ലാതെ വേറെ കാര്യം അവർക്കറിയണ്ട. ഇതാണ് സഹാബത്തിന്റെ ചോദ്യങ്ങൾ മുഴുവൻ. നമ്മളെ ഗൈബിയാത്തുകൾ പറഞ്ഞു കൊടുത്താൽ അതെങ്ങനെ അങ്ങനെ സംഭവിക്കുക, എങ്ങനെ അങ്ങനെ ആകുക, അപ്പോ ആ ഗലീലിയോ പറഞ്ഞത് ഇങ്ങനല്ലേ, അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ ആകാൻ സാധ്യത ഉണ്ടോ? ഏതെങ്കിലും കള്ള കാഫിർ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. ഗൈബ് എന്ന് പറഞ്ഞാൽ അതല്ല. ഗൈബ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് നമുക്ക് ഇദ്റാക്കിൽ നിന്ന് ഹിസ്സിൽ നിന്നും തടയിട്ടതാണ്. പിന്നെ അത് ഹിസ് കൊണ്ട് എത്തിപ്പെടാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട, എത്തിപ്പെടാൻ കഴിയില്ല. അതിലേതെങ്കിലും ഒരു കാര്യത്തിന് അള്ളാഹു നമുക്ക് പ്രത്യേകം വിശദീകരിച്ച് തന്നിട്ട് അല്ലെങ്കിൽ റസൂൽ ഒന്നുകൂടി വിശദീകരിച്ച് തന്നിട്ട് നമ്മുടെ മനസ്സിന് കൂടുതൽ തൃപ്തികരമാകുന്ന രീതിയിൽ യഖീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഉറപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഖൈർ നൂറുൻ അലാ നൂർ. ഏതെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാനാണ് ആ വിശ്വസിക്കന്നെ വേണം. നമ്മളിവിടെ നടക്കുന്നത് ഭൗതികമായ ഈ ദുനിയാവിൽ അല്ലാഹ് തന്ന വളരെ പരിമിതമായ ഇൽമ്, വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന് പറഞ്ഞ ആ ഇൽമിന്റെ കാര്യത്തിൽ എത്രത്തോളം ഉള്ളൂ? എവിടെ അള്ളാഹ് പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? വിവാഹത്തിന്റെ കാര്യത്തിൽ, കുടുംബജീവിതത്തിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു ഈ ആയത്ത്. യുദ്ധത്തിന്റെ കാര്യത്തിലും കുടുംബജീവിതത്തിന്റെ കാര്യത്തിലോ പറഞ്ഞു. ഏത്? ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ ചിലപ്പോ ഒരു ഖൈർ എന്ന് വിചാരിക്കുന്ന കാര്യം വലിയ ഷർറായിരിക്കും, നിങ്ങൾ ഷർറ് എന്ന് വിചാരിക്കുന്ന കാര്യം വലിയ ഖൈറായിരിക്കും. ഭാര്യമാരിൽ നിന്ന് സംഭവിക്കുന്ന കാര്യം ഇതുപോലും നമുക്കറിയില്ല. ഐറ്റികളെ കൂടെ കൊല്ലങ്ങൾ നടന്നിട്ട് എവിടെ ഖൈറുണ്ടാകുക എവിടെ ഷർറ് പൊട്ടാന്ന് നമുക്ക് തിരിയില്ല. ഇത്രയുള്ള നമ്മളെ ബുദ്ധി. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇത്ര പരിമിതാണ് മനുഷ്യന്മാരെ നിങ്ങളെ ബുദ്ധി. എന്നിട്ട് നിങ്ങൾ ഈ അണ്ട കടാഹം മുഴുവനും പരതാണ്. നിങ്ങളെ ഈ ബുദ്ധി വലിയ വലുപ്പത്തരാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അതിനെ മുഴുവൻ നിങ്ങൾ മേൽക്കോയ്മ നടിക്കാൻ വേണ്ടി നടക്കുകയാണ്, അള്ളാഹിനെ നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾ നടക്കുകയാണ് ഈ ബുദ്ധി കൊണ്ട് ഒപ്പിച്ചിട്ട്. അത്രയുള്ള മനുഷ്യന്റെ ബുദ്ധി. എന്നിട്ട് അതുകൊണ്ട് അളക്കുക, അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹ് പറഞ്ഞ കാര്യം എങ്ങനെ ഒക്കും, ഈ പറഞ്ഞ കാര്യം എങ്ങനെ ഒക്കും എന്നുള്ളത്. ഗൈബിയാത്തുകൾ അള്ളാഹ് അതിൽ നിന്ന് തടയിട്ടതാണ്. ഇത് അറിയാവുന്ന അവനവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലെ ഖൈറു ശർറ് ഇത്രയേ ഉള്ളൂ. എന്നാൽ അള്ളാഹ് തടയിട്ട കാര്യത്തിലെ ഖൈറു ശർറ് ഏതാന്നുള്ളത് അവന്റെ ബുദ്ധിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എത്തിപ്പെടാൻ കഴിയില്ല. അതാണ് ഗൈബ്. പക്ഷെ അള്ളാഹുവാണ് വഅൻത അല്ലാമുൽ ഗുയൂബ്. ആ ഗൈബുകൾ അതിനെ സംബന്ധിച്ചറിയുന്നത് അള്ളാഹ് മാത്രം. വഅൻത അല്ലാമുൽ ഗുയൂബ്, നീയാണ് അല്ലാമുൽ ഗുയൂബ്, ഗൈബുകളെ സംബന്ധിച്ച് വളരെ നന്നായി അറിയാവുന്നവൻ. നിന്റെ ഇൽമിൽ അതിലൊന്നും പിഴച്ചു പോകില്ല, ഒന്നും മറന്നു പോകില്ല, ഒന്നും തെറ്റിപ്പോവില്ല. അങ്ങനെയുള്ള ഇൽമ് ഗൈബിന്റെ കാര്യത്തിലുള്ളവൻ നീയാണ്. വഅൻത അല്ലാമുൽ ഗുയൂബ്. ഒന്നുകൂടി ആ പദങ്ങൾ നോക്കി. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം. ഇമാം ബുഖാരിമാരുടെ ഹിഫ്ളൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ എഴുതിപ്പോണം. ഇമാം ബുഖാരിന്റെ ഹിഫ്ളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പൊ ഹിഫ്ളാക്കിയാണ് പോയാൽ ഒറ്റ പ്രാവശ്യം കേട്ട അപ്പൊ തന്നെ ഹിഫ്ളൊക്കെ ആകുമായിരുന്നു ഇമാം ബുഖാരിക്ക്. അത് 100 ഹദീസ് ഒന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ. നമുക്ക് അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്തതുള്ളത് മിസ്കീന്മാരായ നമ്മൾ എഴുതാനുള്ളതാണ്, എഴുതിയിട്ട് പഠിക്കാന്നുള്ള. ഞാനത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. അതുവരെ നിങ്ങളിങ്ങനെ നോക്കി പറയും, എഴുതിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. എഴുതാനുള്ളത് ഒരു താലിബുൽ ഇൽമിന് കൂടപ്പുറപ്പാണ്. അത് അഹ്മദ് ബിൻ ഹംബൽ പോലും അതിന് ധന്യനായിട്ടില്ല. പിന്നെ നമ്മള് അതിന്റെ അപ്പുറത്തേക്കൊന്നും ആരും എത്തിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ വതഅലമു വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ്. ഇത് നാളത്തേക്ക് വെക്കണ്ട, അടുത്ത ഒരു ദിവസത്തേക്ക് വെക്കണ്ട. കാരണം ഇവിടെ നിന്നാണ് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് അടുത്ത ആവശ്യം വരും ഇത് ദുആ ചെയ്യണ്ട ഇല്ലേ? അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത് പഠിക്കണ്ടേ. ഒന്ന് നിങ്ങൾ കൂടെ വായിച്ചു നോക്കി. അല്ലാഹുമ്മ ഇന്നി
അസ്തഖീറുക ബിഇൽമിക. അത് വായിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അസ്തഖീറുക എന്നുള്ളത് അസ്തഹീറുക എന്ന് വായിക്കരുത്. അർത്ഥം വളരെ മാറിപ്പോ, നേരെ എതിരായിപ്പോ. അസ്തഹീറുക്കാകരുത്. അത് നമ്മളൊരു അറബിയുടെ കാര്യത്തിൽ നമ്മൾ ഇനി മിസ്കിമാരായി നിൽക്കരുത്. അത് ഞമ്മക്കൊരു പ്രൊണൗൺസിയേഷൻ ഉണ്ടാവും, അതനുസരിച്ചിട്ടുള്ള ഒരു അറബി ഉണ്ടാവും. അത് ഏത് കണ്ടാലും, ഗൈന് കണ്ടാലും ഹ കണ്ടാലും ഹ കണ്ടാലും ഒക്കെ ഒറ്റന്നിരിക്കും. അതിൽക്ക് ഇനിയും നിൽക്കരുത് നിങ്ങൾ. കാരണം നമ്മളെ ദുആകൾ അത് അതിന്റെ ശരിയായ രീതിയിലാകണമെങ്കിൽ, നമ്മൾ ഓതുന്ന നമ്മുടെ ഖുർആന്റെ പാരായണങ്ങൾ ശരിയായ രൂപത്തിലാകണമെങ്കിൽ അതിനൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓരോ ലഫ്ലിനും നമ്മളെ ദറജ ഉയരേണ്ട കാര്യങ്ങളാണ്. സ്വർഗത്തിലെ ദറജകൾ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാ. ഇഖ്റ വറത്തിൽ വർത്തഖി കമാ അൻത തുറത്തിലു ഫിൽ ദുനിയ. സ്വർഗം ദറജകളാണ്. ആ ദറജകളിലേക്ക് കയറി പോകുന്നത് ഏതിനനുസരിച്ചാണ്? നീ ഓത്, വറത്തിൽ തർത്തിലായി ഓത്, കമാ അൻത വർത്തഖി, അങ്ങനെ നീ കയറി പോയിക്കൊന്നു. വഇന്ന മൻസിലക ഫീ ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ. നീ ഓതുന്ന അവസാനത്തെ ആയത്ത് എവിടെ ചെന്ന് നിൽക്കോ അവിടെ ഇരിക്കും നിന്റെ മനസ്സിൽ. അവിടം വരെ നിനക്ക് കയറി പോകാം. അതൊക്കെ നമുക്ക് കിട്ടുക അത് അറബി പഠിച്ചിട്ട് ഖുർആൻ ഓതിയെങ്കിൽ തന്നെ കിട്ടുള്ളൂ. ആ കറക്റ്റ് തർത്തിൽ എന്നുള്ള അതിൽ പറഞ്ഞ ആ ഫദ്ല്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം. മിൻ ഫദ്ലിക്കൽ അളീം രണ്ടും ലായല്ല, ഒന്ന് ബാ, രണ്ട് ലാ. ബാദും ലായും വേർതിരിക്കുക. മിൻ ഫദ്ലിക്കൽ അളീം. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലം. അത് ഈ ഞാൻ ഇടക്ക് സുക്കൂൻ ചെയ്യലും ഇടക്ക് നമ്മളിലും നിർത്തുകയാണെങ്കിൽ ശരിക്കും സുക്കൂൻ ചെയ്ത് നിർത്താന്നുള്ളാട്ടോ. അല്ലെങ്കിൽ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അതിന്റെ ലബ്തോടു കൂടി വായിച്ചു പോകാം. ഉദാഹരണമായി ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ്. ശരി. اللهم إن كنت تعلم أن هذا الأمر ثم يسميه بعينه كما في رواية. اللهم يا الله الله إن كنت تعلم, നീ അറിയുകയാണെങ്കിൽ, ഇതാണ് ഭാഷയിൽ വാക്കില്ല അതിനർത്ഥം, നീ അറിയുന്നുവെങ്കിൽ, അന്ന ഹാദൽ അംറ, ഈ കാര്യം നീ അറിയുന്നുവെങ്കിൽ എന്നിവിടെ പറയണത് സംശയത്തിന്റെ വാക്കല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവെ നീ അറിയണമെങ്കിൽ എന്നുള്ള അള്ളാഹ് അറിയോ അറിയില്ല എന്നുള്ള സംശയത്തിനല്ല ഈ പറയണത്. അള്ളാഹുവെ നീയാണ് അറിയുന്നത് എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. വഅൻത അല്ലാമുൽ ഗുയൂബ്. അതിനാൽ ഈ കാര്യത്തിൽ നിന്റെ അറിവിൽ ഖൈറാണുള്ളതെങ്കിൽ എനിക്കറിയില്ല എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയലാണെന്ത്, നീ അറിയുന്നു, നീ അങ്ങനെയാണ് അറിയുന്നതെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ, നിന്റെ അറിവിൽ അതാണുള്ളതെങ്കിൽ എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ നീ ഇത് അറിയണമെങ്കിൽ എന്ന സംശയത്തിലല്ല ഈ വാക്ക്. എനിക്കറിവില്ല എന്ന് അംഗീകരിക്കുന്നതാണ് ആ വാക്ക്. എനിക്കറിയില്ല, ഇനി നിന്റെ അടുക്കലാണ് അറിവുള്ളത്, അങ്ങനെ നിന്റെ അടുക്കലാണ് അറിവുള്ളതെങ്കിൽ നീ അതിൽ ഖൈർ കാണിച്ചു. അതൊന്ന് ശക്തമായി ഉറപ്പിക്കുന്ന, അംഗീകരിക്കുന്നതിൽ പെട്ടതാണ്, സംശയിക്കുന്നതിൽ പെട്ടതല്ല ആ ശൈലി. സാധാരണ നമുക്ക് ഒരാളുടെ അടുക്കൽ, ഇത് ഭാഷയിൽ മലയാളത്തിൽ പോലെ നമ്മൾ പ്രയോഗിക്കും, നന്നായി പൈസ ഉള്ള ഒരാളടുത്ത് പോയിട്ട് അതിൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ സഹായിക്കും എന്നറിഞ്ഞാൽ പൈസ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കലല്ല, ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാ പറയണം. പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ സഹായിക്കും എന്നറിഞ്ഞതിന്റെ അർത്ഥം പൈസ ഇല്ലല്ലോ ഉണ്ടോ ഇല്ലേ സംശയം ചോദിക്കലല്ല, ഉണ്ടെങ്കിൽ ഇപ്പോഴാച്ച് സഹായിക്കണ്ടേ, ആ അർത്ഥത്തിൽ പ്രയോഗിക്കണം. അതേമാതിരി നിന്റെ അടുക്കൽ എൽമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എൽമുണ്ട് എന്ന അംഗീകാരം. അല്ലാഹുമ്മ ഇൻ കുൻത തഅലം, നീ അറിയുന്നുവെങ്കിൽ അന്ന ഹാദൽ അംർ, എന്റെ ഈ കാര്യം,
അന്ന ഹാദൽ അംറ, ഈ കാര്യമെന്ന് പറഞ്ഞിട്ട് സുമ്മ യുസമ്മീഹി ബിഐനിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുമ്മ യുസമ്മീഹി ബിഐനിഹി, പിന്നീട് ആ കാര്യം ഏത് എന്ന് പറയണം, അവിടെ പറയണം. ഏതാണ് കാര്യം, ഉദ്ദേശിക്കുന്ന കാര്യം, അതവിടെ പറയുക. ചില റിവായത്തുകൾ പ്രകാരം അവസാനത്തിലാണ് സുമ്മ യുസമ്മി ഹാജത്ത, എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനത്തിൽ പറയാന്ന് കിട്ടും. ഒന്നുകിൽ ഇവിടെ പറയാ, അല്ലെങ്കിൽ അവസാനത്തിൽ പറയാം. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംർ, അല്ലാഹുവേ നീ അറിയുന്നുവെങ്കിൽ ഈ കാര്യം എങ്ങനെ അറിയുന്നുവെങ്കിൽ ഖൈറുൽ ലീ, എനിക്ക് ഖൈറായിട്ടാണ് നിന്റെ ഇൽമിലുള്ളതെങ്കിൽ, അങ്ങനത്തെ വെക്കണ്ടേ, ഖൈറുൽ ലീ ഫീ ദീനി വ മആശി വ ആഖിബതി അംരി, നിന്റെ ഇൽമിൽ എന്റെ ഈ കാര്യം ഖൈറുൽ ലീ അന്ന ഹാദൽ അംറ ഖൈറുൽ ലീ ഫീ ദീനി വ മആശി وعاقبة أمري. اللهم إن كنت تعلم أن هذا الأمر خير لي, അല്ലാഹുവേ ഈ കാര്യം നിന്റെ കൈവിലുള്ളത് ഖൈറുൽ ലീ, എനിക്ക് ഖൈറായിട്ടാണെങ്കിൽ, ഫീ ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിൽ, ഫീ ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിൽ, വ മആശി, എന്റെ മഈശത്തിന്റെ കാര്യത്തിൽ, മആഷ്, എന്റെ മആഷ്, എന്റെ ജീവിത വിഭവങ്ങൾ, എന്റെ ഈ ദുനിയാവിലെ ജീവിത കാര്യങ്ങൾ, ദീനി വ ദുനിയായ എന്നുള്ളത് ചില റിവായത്തിലുണ്ട്. ആ ദുനിയായ എന്നുള്ളതാണ് മആഷി, എന്റെ മആഷിന്റെ കാര്യത്തിൽ, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ കാര്യത്തിൽ, മആഷ് വ മആദ്. وعاقبة أمري في ديني ومعاشي وعاقبة أمري. ആഖിബത്ത്, കാര്യം ചെന്ന് അവസാനിക്കുന്ന പര്യവസാനം, അതിനാണ് ആഖിബത്ത്. ആഖിബത്തി അംരി, എന്റെ കാര്യങ്ങളുടെ പര്യവസാനത്തിൽ, കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുന്നതിൽ എനിക്ക് ഖൈറ് ഏതിലാണ് എന്ന്, അഥവാ പരലോകത്തിന്റെ കാര്യത്തിൽ. ആഖിബത്ത് അംറെന്ന് ഉദ്ദേശിക്കുന്നത് പരലോകത്തെനിക്കത് അവസാനം, അതിന്റെ ആഖിബത്ത് എനിക്ക് ഖൈറാകോ ഷെറാകോ, ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പരലോകത്ത് ചെല്ലുമ്പോ ഖൈറായിരിക്കോ ഷെറായിരിക്കോ, അതാണ് ആഖിബത്ത് അംർ. ഇത് സിയാദത്താണ്. ഔ ഖാല, ഇത് ദുആ ചെയ്യുമ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഖൈറുൽ ലീ ഫീ ദീനി വ മആശി വ ആഖിബത്തി അംരി, അല്ലെങ്കിൽ ഖൈറുൽ ലീ ഫീ ആജിലി അംരി വ ആജിലിഹി. രണ്ടൊന്നെ, ഒരേ അർത്ഥത്തിൽ തന്നെ. ആജിലി അംരി, ആജിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നത്, അജലത്ത് ധൃതിയിൽ വരുന്നത്. ആജിലു അംർ, എന്റെ പെട്ടെന്ന് കിട്ടുന്ന കാര്യം, ദുനിയാവിലെ കാര്യം ഇപ്പൊ കിട്ടണത്, അതാണ് ആജിലു അംർ, ദുനിയാവ്. ആജിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടണത്, വിദൂരമായത്, അഥവാ കുറച്ച് കഴിഞ്ഞ് പരലോകത്തുനിന്ന് കിട്ടുന്നത്. എന്റെ ദുനിയാവിന്റെ കാര്യത്തിലും എന്റെ പരലോകത്തിന്റെ കാര്യത്തിലും. അതെന്നെയാണ് മുകളിൽ പറഞ്ഞത്, കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഒന്നുകിൽ ഇതാണ്, അല്ലെങ്കിൽ ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ ഔ ഖാല ആജിലി അംരി വ ആജിലിഹി, അത് റാവിന്റെ ശക്കാണ്. റസൂലുള്ളാഹി ഒന്നുകിൽ പറഞ്ഞത് ഈ വാക്കാണ്, അല്ലെങ്കിൽ ഈ വാക്കാണ്. രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാം ദുആ ചെയ്യുന്ന സമയത്ത്. ഖൈറുൽ ലീ, എനിക്ക് ഖൈറാണ് എന്നറിയുന്നുവെങ്കിൽ, എനിക്ക് ഖൈറാണെങ്കിൽ, ഫീ ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിൽ. ആദ്യം മുന്തിച്ചത് ദീനിന്റെ കാര്യം. കാരണം അതിന് ഷർറായിട്ട് പിന്നെ നിങ്ങളെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഖൈറായിട്ട് കാര്യമില്ല. അതിന് ഖൈറായിട്ട് ഇനി ബാക്കിയുള്ള നിങ്ങൾക്ക് കേടുവന്നാലൊരു കുഴപ്പമില്ല. അതാണ് കാര്യങ്ങൾ തർത്തീബാക്കേണ്ടത്, ഈ തർത്തീബിലാണ്. ആദ്യന്റെ ദീനിനത് ഗുണകരമായിരിക്കണം. ദീനൊക്കെ കുറച്ച് ഇപ്പൊ അങ്ങനെ സൂക്ഷിച്ചാൽ ദുനിയാവിന് ജീവിക്കാൻ പറ്റുമോ? ഒക്കെപ്പാട് നോക്കിയിട്ട് നമുക്ക് അബൂബക്കർ ഉമറാകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മആശി ആഖിബത്ത് അംറാണെങ്കിൽ മആശി തരാൻ നിന്നാൽ ആഖിബത്ത് അംർ കേടാവും. അതാണ് ആദ്യം
ദീനിനെ മുന്തിച്ചത്? ആദ്യം നമ്മൾ ഖൈർ ചോദിക്കേണ്ടത് നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ. എന്റെ ദീനിന്റെ കാര്യത്തിൽ എനിക്ക് ഖൈറാണെങ്കിൽ വമആശി, അത് കഴിഞ്ഞാൽ എന്റെ മആശിന് ഖൈറായത്. ചോദിക്കുന്നത് പലപ്പോഴും മആശിന്റെ കാര്യമായിരിക്കും, പക്ഷെ അതെന്തായിരിക്കണം? ആദ്യം ദീനിന് ഖൈറായതായിരിക്കണം. കാരണം അത് കേടുവന്നാൽ എല്ലാം കേടുവന്നു, അത് നന്നായാൽ എല്ലാം നന്നായി. ഇതെനിക്ക് ഖൈറാണെങ്കിൽ ഫി ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിൽ, വമആശി, എന്റെ ദുനിയാവിലെ ജീവിതത്തിന്റെ കാര്യത്തിൽ, വആഖിബതി അംരി, എന്റെ കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുന്നിടത്ത് അഥവാ പരലോകത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ പറയാം ഫി ആജിലി അംരി വആജിലിഹി, എന്റെ ആജിലിനും ആജിലിനും, എന്റെ ദുനിയാവിലെ ജീവിതത്തിനും പരലോകത്തിനും ഖൈറാണെങ്കിൽ, അപ്പോ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ, അല്ലാഹുവേ നീ അറിയുന്നുവെങ്കിൽ ഈ കാര്യം ഖൈറുൽ ലി, നിന്റെ ഇൽമിലുള്ളത് ഖൈറാണെങ്കിൽ, എനിക്ക് ഖൈറാണെങ്കിൽ, ആ കാര്യം അവിടെ പറയാ. അന്ന ഹാദൽ അംറ എന്ന് പറഞ്ഞിട്ട് ആ കാര്യം പറയാ. അവിടെയൊക്കെ നമ്മൾ നിസ്കാരത്തില് അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു ദുആയില് കാര്യം പറയുന്നിടത്ത് എത്തുമ്പോൾ നമുക്ക് മലയാളം പറയേണ്ടി വരും. എന്താ കാരണം? നമ്മൾ അറബി പഠിച്ചില്ല എന്നുള്ളത്. അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര വലിയ അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്യുന്ന സമയത്ത് ഇടക്കൊന്ന് മലയാളം വരുമ്പോൾ നമുക്ക് ആകെ പ്രയാസം തോന്നും. നിങ്ങളൊന്ന് അറബിയാണ് പഠിച്ചിട്ടാണ് പറയാം, ആ ഹാജത്താണ് പറയാൻ കഴിയാന്നുള്ളതുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു നോക്കി. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആളുകളുടെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു ബംഗാളി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹ് പിന്നെ എന്താണ് പിന്നെ മാഫി സക്കൻ, മാഫി ഷുഗൽ, മാഫി സക്കൻ, മാഫി ഷുഗൽ വൽ ജന്നഫി ജന്നഫി ജന്നഫിയ. അയാൾക്ക് എന്താ അയാൾക്ക് അറിയാം, അത് അറബിയിലൊക്കെ പ്രാർത്ഥിച്ചാൽ അതിനൊരു വേലുള്ളത്. പക്ഷെ അയാൾ പറയുന്ന അറബി എന്താ? അത് കൊളോക്കിയിൽ നടട്ട കൊളാക്കട അറബി. എന്നാൽ അങ്ങനെ പറഞ്ഞാലെങ്കിലും അറബി പറയണമെന്ന് ആഗ്രഹം ആലോചിച്ചു. അള്ളാഹു എനിക്ക് ഇവിടെ സെക്കൻഡില്ല, മാഫി സെക്കൻ, മാഫി ഇക്കാമ, ഇക്കാമല്ല, എനിക്ക് എവിടെ താമസിക്കാൻ വകുപ്പില്ല, മാഫി ഷുഗൽ, ജോലിയില്ല, ഉദ്ദേശിച്ചത്. ജന്നഫി ജന്നഫി, സ്വർഗത്തിൽ അല്ല എനിക്ക് ഇതൊക്കെ തന്നാ നീ, സ്വർഗത്തിൽ അള്ളാഹു എനിക്ക് ഇതൊക്കെ തരണേ എന്ന് പറയാനും അയാൾ ഈ അറബിയെ ഉപയോഗിച്ച്. എന്നാൽ ഇത് അറബിയിൽ പറഞ്ഞെങ്കിൽ ദുആക്കൊരു ഒരു അതിന്റെ റൂഹുള്ളൂ എന്നുള്ളത് അവർ പോലും മനസ്സിലാക്കും. ഒരു ഫിത്രത്ത് പോലും ആലോചിച്ച് നോക്കി. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാൻ അറബി തന്നെ പഠിച്ചിട്ടാണ് ദുആ ചെയ്യാൻ കഴിയാന്നുള്ളത്. ഇവിടെ നിങ്ങൾ സുമ്മ യുസമ്മി ഹാജത്തഹു, പിന്നെ അവന്റെ ആവശ്യം പറയണം. അവിടെ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് അന്നഹാദൽ അംറ എന്നിട്ട് അവിടെ ഒരു മലയാളം പറഞ്ഞു നോക്കി. എന്റെ കുട്ടിനെ അവന് കെട്ടിച്ചെടുക്കണോ വേണ്ടേ, അല്ലേ, മറ്റേന്ന് ആ കച്ചവടം ഏറ്റെടുക്കണോ വേണ്ടേ, അവിടെ പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഖൈറുല്ലി ഫീ ദീനി എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടരുമ്പോ അതിനൊരു കല്ലടിക്കലില്ലേ. അവിടെ നിങ്ങൾ അറബി പഠിച്ചെങ്കിൽ തന്നെ ആ കല്ലടിക്കാതെ പറയാൻ പറ്റും. ഉദ്ദേശമല്ല അവിടെ സുമ്മ യുസമ്മി ഹാജത്തഹു എന്ന് റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ട് സുമ്മ യൻവി ഹാജത്തഹു എന്നല്ല. അവിടെ റസൂലുള്ളാഹി പറയാൻ തന്നെ പറഞ്ഞു, പേരെടുത്ത് പറയണം എന്നാണ്. സുമ്മ യുസമ്മി ഹാജത്ത, പേരെടുത്ത് പറയാം, ആ കാര്യം പേരെടുത്ത് പറയാം. സുമ്മ യുസമ്മിഹി ബിഐനിഹി, പിന്നെ ആ കാര്യം ബിഐനിഹി, അത് എന്നിട്ടാണ് പറയാം എന്നാ. അപ്പോ അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വമആശി വആഖിബതി അംരി, ഇത് രണ്ടുമാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് നമ്മളിത് രണ്ടോ പരിഗണിക്കാത്തത്. അതുകൊണ്ട് ഇത് കേടുവരുന്നു. നമ്മൾ ആകെ നോക്കല് മആശ് എന്തുണ്ട് എന്നുള്ളതാണ്, അല്ലേ, അതെങ്ങനെ നടന്നു പോകണ്ട എന്നുള്ളതാണ്. അത് ദീനിനെ ബാധിക്കോ ബാധിക്കൂലേ? ദീനിനെ ബാധിക്കോ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആഖിബത്തു അംർ ഹസനാകൂ. അല്ലാത്ത പക്ഷെ അത് സംഭവന്റെ ദീനൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പരലോകത്തെ രക്ഷപ്പെടണം വിചാരിച്ചാലും അത് നടക്കില്ല. അതുകൊണ്ട് അള്ളാഹിനോട് ആദ്യം ചോദിച്ചത് ഈ കാര്യം ചോദിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നിടത്ത് രണ്ടെണ്ണം അപ്പുറപ്പുറം വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ചോദിക്കണ്ടേ. ഫീ ദീനി വമആശി വആഖിബതി അംരി. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري. فاقدره لي فاقدره ويسره لي. ويسره
വയസ്സിർഹു ലീ ഫഖ്ദുർഹു ലീ. ഫഖ്ദുർ ഐ ഇജ്അൽഹു മുഖദ്ദറൻ ലീ ഔ ഖദ്ദിർഹു. ഐ അദ്ഖിൽഹു തഹ്ത ഖുദ്റതി. അതെനിക്ക് കഴിയുന്നതാക്കി തീർക്കണേ. ഫഖ്ദുർ അതിനെനിക്ക് കഴിവുണ്ടാക്കി തീർക്കണേ. എന്താ സംശയമുണ്ടോ? അല്ല, ഫഖ്ദുർ ഖദറ യഖ്ദുറു ഫഖ്ദുർ. ഫഖ്ദുർഹു ലീ അതിനെനിക്ക് കഴിവുണ്ടാക്കി തരണേ. അതെനിക്ക് കഴിയുന്ന എന്റെ കഴിവിന്റെ ഭാഗത്ത് നീ എനിക്ക് സൗകര്യം ചെയ്തു തരണം. എനിക്ക് കഴിയുന്നതാക്കി സൗകര്യം ചെയ്തു തരണേ. വയസ്സിർഹു ലീ എനിക്കത് എളുപ്പമാക്കി തരണേ. എനിക്കത് ഖൈറാണ്. എന്റെ ദീനിനും എന്റെ മആശിനും എന്റെ ആഖിബത്തു അംറിനും ഖൈറാണെങ്കിൽ ഉഖ്ദുർഹു ലീ അത് ചെയ്യാൻ എനിക്ക് കഴിവുണ്ടാക്കി തരണേ. വയസ്സിർഹു ലീ അതെനിക്ക് എളുപ്പമാക്കി തരണേ. ثم بارك لي فيه ثم بارك لي فيه. ثم بارك لي فيه എനിക്കത് ഖൈറാണെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവെനിക്ക് തരണേ. അതെനിക്ക് എളുപ്പമാക്കി തരണേ. ഇപ്പൊ രണ്ട് കാര്യം. ഒന്ന്, ചെയ്യാനത് കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ആ ചെയ്യുന്നതിൽ എളുപ്പമായി ചെയ്യാനുള്ള തൗഫീഖും കൂടി തരണേ. അത് കഴിഞ്ഞാലോ ഇനി അതല്ല, അതിന്റെ അപ്പുറത്തുള്ളത് കൂടിയാണ്. സുമ്മ ബാരിക് ലീ ഫീ പിന്നെ എനിക്കതിൽ ബർക്കത്ത് നൽകുകയും ചെയ്യണേ. ബാറക് ബാരിക് എന്ന് പറഞ്ഞ എന്താ? അദിംഹു വബാഇഫ്ഹു. ബർക്കത്ത് എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഒരു ഖൈറ്, ഇദാമത്തുൽ ഖൈർ വകസ്റതുഹു, അതാണ് ബർക്കത്ത്. ഒന്നത് നിലനിർത്തി തരണേ. അതിലുള്ള ഖൈറ് നിലനിർത്തണം. നിലനിൽക്കുന്ന ഖൈറാകണം, നീങ്ങിപ്പോകുന്ന ഖൈറാകരുത്. ഒരു അനുഗ്രഹം വന്നിട്ട് നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുനഃപരിശോധിക്കേണ്ട കാര്യം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിസവാലി നിഅമതിക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഒരു അനുഗ്രഹം കിട്ടിയിട്ട് പിന്നെ അത് നമ്മളെന്തെങ്കിലും ഒരു യോഗ്യത കുറവ് കൊണ്ട് അത് നീങ്ങിപ്പോവുക എന്നുള്ളത് നമ്മൾ ശരിക്കും പരിശോധിക്കാം. നേരെ മറിച്ച് അനുഗ്രഹം കിട്ടിയാൽ അതിൽ വേണ്ടത് എന്താണ്? അത് വർദ്ധിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ അള്ളാന്റെ നന്ദിയുള്ള അടിമകളാണ് എന്നുള്ളതിന്റെ തെളിവ്. ശുക്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹ് വാഗ്ദാനം ലംഘിക്കൂല. ലൈൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അപ്പൊ ഒരു ഖൈറ് കിട്ടിയിട്ട് പിന്നെ ആ ഖൈറ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേടുവന്നിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കേണ്ടത് അപ്പൊക്കെ നമ്മൾ ആലോചിക്കും, ഏതെങ്കിലും ഒരു ദുനിയാവിന്റെ കാര്യം കിട്ടിയിട്ട് അത് നഷ്ടപ്പെട്ടു. അതല്ല, അത് ചിലപ്പോൾ ഒരു ഖൈറായിരിക്കും. അള്ളാഹ് നിങ്ങളിൽ നിന്ന് അത് വലിച്ചത്. ദീനിയായ ഒരു ഖൈർ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഒറ്റ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഒഴിഞ്ഞിരുന്ന് ഇവിടെ നേരത്തെ വന്നിരുന്ന് പഠിക്കാൻ നിങ്ങൾക്കൊരു തൗഫീഖ് കിട്ടി, ഖൈർ പഠിക്കാൻ. അങ്ങനെ കുറെ കാലം നിങ്ങൾക്ക് അത് മുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം. അല്ലെങ്കിൽ വേറൊരു മജ്‌ലിസ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട് കിട്ടി. പിന്നെ അത് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ വലുതിലേക്ക് പോകാട്ടോ, ഖൈറുള്ളതിലേക്ക്. അത് വേറെ വിഷയം. നിങ്ങൾ ഒരു ഖൈർ ചിലപ്പോൾ അതിനേക്കാൾ ഖൈറുള്ളതിലേക്ക് നിങ്ങൾക്ക് ഒരു മജ്‌ലിസിൽ തന്നെ കുത്തിരിക്കണം, വേറെ മജ്‌ലിസിക്ക് പോകരുതെന്നല്ല അതിന്റെ അർത്ഥം. ചിലപ്പോൾ നിങ്ങൾ അതിൽ പോകണം അതിനേക്കാൾ നല്ല മജ്‌ലിസിക്കാണെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഖൈർ വർദ്ധിച്ചിട്ടില്ല തെളിവാണ്. അല്ല നിങ്ങൾ പോകുന്നത് തീരെ അതായിട്ടൊരു ബന്ധമില്ലാത്തടത്തേക്കാണെങ്കിലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ, നോമ്പിന്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ ചിലപ്പോൾ നല്ലത് കാണും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ തുടങ്ങിയ ഒരു ഖൈർ അത് നിലനിൽക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ യോഗ്യത കുറവാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹു എനിക്ക് ഖൈർ നീ വിധിച്ച് അത് തൗഫീഖ് നൽകി അത് എളുപ്പാക്കി തന്നാൽ അതിലെനിക്ക് ബർക്കത്തും തരണം. അള്ളാഹ് ബർക്കത്ത് തന്നാലല്ലാതെ നിലനിൽക്കൂല, അത് വർദ്ധിക്കൂല.
നിലനിൽക്കുകയും വർദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു തരുന്ന ബർക്കത്ത്. അള്ളാന്റെ പേര് എവിടെ നിങ്ങൾ ഉച്ചരിച്ചോ അവിടെയാണത് ഉണ്ടാകുക. തബാറക ഇസ്മു റബ്ബിക്, നിന്റെ റബ്ബിന്റെ ഇസ്മ അത് ബർക്കത്തുള്ളതാണ്. എവിടെ അത് പ്രയോഗിച്ചോ അത് നിങ്ങൾ ഉള്ള ഖൈർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, നിലനിർത്തും, വർദ്ധിപ്പിക്കും. അതില്ല എങ്കിൽ അത് ആ ബർക്കത്ത് മുഴുവനും കളയും. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിന് തൗഫീഖ് നൽകിയാൽ മാത്രം പോരാ, അതെനിക്ക് നിലനിർത്തി തരികയും അതിലെനിക്ക് വർധനവ് നൽകുകയും കൂടി ചെയ്യണേ. ഇതാണ് ഒരു കാര്യം. ഇതിന്റെ ഈ ദുആയുടെ ഒരു പാർട്ട്, ഒരു ഭാഗം കഴിഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക് വഅസ്തഖ്ദിറുക ബിഖുദ്റതിക് വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ വതഅലമു വലാ അഅലം വഅൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വമആശി വആഖിബതി അംരി ഔ ഖാല ഫീ ആജിലി അംരി വആജിലി ഫഖ്ദിറുഹു ലീ ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ودنياي وعاقبة أمري. في ديني ودنياي في ديني ومعاشي وعاقبة أمري. في ديني ومعاشي وعاقبة أمري. فاصرفه عني واصرفني عنه. ثم ردني به. وإن كنت تعلم, അല്ല നീ അറിയുന്ന പക്ഷം, നിന്റെ അറിവിലുള്ളത്, അന്ന ഹാദൽ അംറ ശർറുൻ, നിന്റെ ഇൽമു പ്രകാരം ഇത് ശർറുൻ ലി, എനിക്ക് ശർറാണെങ്കിൽ, ഫീ ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിൽ, വ മആഷി, എന്റെ മആഷിന്റെ കാര്യത്തിൽ, വ ആഖിബത്തി അംരി, എന്റെ ആഖിബത്തു അംറിന്റെ കാര്യത്തിൽ. അപ്പോ ഖൈറാണെങ്കിൽ എന്ന് ആദ്യം ചോദിച്ചു. ശർറാണെങ്കിൽ ഫസ്രിഫുഹു അന്നി, സറഫ യസ്രിഫു, തിരിച്ചു എന്നാണ്. സറഫ തിരിഞ്ഞു, അസ്റഫ യുസ്രിഫ്. ഫസ്രിഫുഹു, നീ തിരിച്ചുവിടണേ. സറഫ തിരിച്ചു, അതന്നെ. ഫസ്രിഫുഹു, നീ തിരിച്ചുവിടണേ. അന്നി, എന്നിൽ നിന്ന് നീ തിരിച്ചുവിടണേ. എന്നെ വിട്ടിട്ട് വേറൊരു ഭാഗത്തേക്ക് തിരിച്ചുവിടണേ. ഫസ്രിഫുഹു, അതിനെ തിരിച്ചുവിടണേ. അന്നി, എന്നെ തൊട്ട് വേറെ ഭാഗത്തേക്ക്, എന്റെ അടുക്കെന്ന് മാറ്റി വേറെ വഴിക്ക് വിടണേ. വസ്രിഫിനി, എന്നെ നീ തിരിച്ചുവിടണേ. അൻഹു, അതിന്ന് വേറൊരു ഭാഗത്തേക്ക്. അപ്പൊ എനിക്ക് ആ കാര്യം ഷെറാണെങ്കിൽ അത് വേറൊരു ഭാഗത്തേക്കും ഞാൻ വേറൊരു ഭാഗത്തേക്കും പോട്ടെ, അതിന്റെ അടുത്തേക്ക് എനിക്ക് പോണ്ട.
എനിക്കതിനൊരു തൗഫീഖും തരരുത്, ചെയ്യാനുള്ള ഒന്നും തരരുത്, അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖാ തരേണ്ടത്. സുമ്മ റബ്ബിനി ബിഹി, അങ്ങനെ അത് എന്റെ അടുക്കൽ നിന്ന് പോയി, ഞാൻ അതിന്ന് വിട്ടു പിരിഞ്ഞു പോയി. സുമ്മ റബ്ബിനി, പിന്നെ എന്നെ നീ തൃപ്തിപ്പെടുത്തണേ ബിഹി, അതുകൊണ്ടുണ്ടാകുന്ന എന്താണോ ആ കാര്യത്തിൽ. അത് ചെയ്യാതെ പോയിട്ട് എനിക്ക് തൃപ്തി ഉണ്ടാകുകയാണ്. ഇത്രയുമാണ് ഹദീസിന്റെ ലഫ്ളുകൾ. ഒരു വാക്കുണ്ട്, വഖ്ദുർലിൽ ഖൈറ ഹൈസുക്കാൻ സുമ്മ റബ്ബിനി ബിഹി. ജസാക്കല്ലാഹു ഖൈർ. വഖ്ദുർലിൽ ഖൈറ ഹൈസുക്കാൻ സുമ്മ റബ്ബിനി ബിഹി. ഫസ്രിഫ് അന്നി വസ്രിഫ്നി അൻഹു വഖ്ദുർ ലിൽ ഖൈറ ഹൈസു കാന സുമ്മ റബ്ബിനി ബിഹി. എങ്ങനെ സുമ്മ അർദ്ദനി ബിഹി എന്ന് റിവായത്ത്. അർദ്ദനി ഉണ്ട്, റിവായത്തുണ്ട്. റബ്ബിനി അല്ലെങ്കിൽ അർദ്ദനി രണ്ടുണ്ട്. ശരി, അങ്ങനെ ആ കാര്യം എനിക്ക് ഷർറാണെങ്കിൽ അതിനെ തൊട്ട് എന്നെയും, ഫസ്രിഫുഹു അന്നി, എന്നെ തൊട്ട് ആ കാര്യത്തെയും, വസ്രിഫ്നി അൻഹു, അതിനെ തൊട്ട് എന്നെയും തിരിച്ചുവിടണേ. വഖ്ദുർ ലി അൽ ഖൈറ, എന്നിട്ട് ഖൈറ് ഏതാണോ അതിനെനിക്ക് നീ കഴിവും തരണേ. ഹൈസു കാൻ, എവിടെയാണോ ഖൈറുള്ളത് അതിനുള്ള കഴിവ് എനിക്ക് തരികയും വേണം. അത് ഷർറാണെങ്കിൽ എന്റെ അടുത്തുനിന്ന് തിരിച്ചു വിട്ടിട്ട് വേറെ ഏതിലാണോ എനിക്ക് ഖൈറുള്ളത് ആ കാര്യത്തിൽ എന്നെ എത്തിക്കുകയും ചെയ്യണേ. വഖ്ദുർ ലിയൽ ഖൈറ എന്ന് വായിക്കാം. വഖ്ദുർ ലിയൽ ഖൈറ ഹൈസു കാൻ അല്ലേ? വഖ്ദുർ ലിൽ ഖൈർ, വഖ്ദുർ ലിയൽ ഖൈറ, വഖ്ദുർ ലിയൽ ഖൈറ ഹൈസു കാൻ സുമ്മ റബ്ബിനി ബിഹി. ഇത്രയുമാണ് ദുആന്റെ അൽഫാദ്. സുമ്മ റബ്ബിനി ബിഹി, പിന്നെ അതിലെന്താണോ എനിക്കുള്ളത് ആ കാര്യത്തിൽ എനിക്ക് തൃപ്തിപ്പെടാനുള്ള കഴിവ് തന്നെ. അതൊക്കെ ഇൻഷാ അല്ലാഹ് പറയും. അത് ഇത്രയുമാണ് ഇതിന്റെ ലഫ്ലുകൾ. ഈ ലഫ്ലുകൾ ഒന്ന് തക്രീബ് ചെയ്യാൻ ഞാനിപ്പോ ചെയ്തത്. ഒന്നുകൂടി ഞാനത് ഇനി ആവർത്തിക്കുകയാണ്. ഒറ്റ വായന ഒന്നുകൂടി വായിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക, അല്ലാഹുവേ ഞാൻ നിന്നോട് ഖൈറിനെ ചോദിക്കുന്നു. ബിഇൽമിക, നിന്റെ ഇൽമിനെ മുൻനിർത്തിക്കൊണ്ട്, നിന്റെ ഇൽമിനെ മുൻനിർത്തി സഹായം തേടിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഖൈർ ചോദിക്കുന്നു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക, നിന്റെ ഖുദ്റത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ഖുദ്റത്ത് ചോദിക്കുന്നു, കഴിവിനെ ചോദിക്കുന്നു. വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം, നിന്റെ മഹത്തായ ഫദ്ലിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ, കാരണം റബ്ബേ നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. വലാ അഖ്ദിർ, എനിക്ക് ഒരു കഴിവുമില്ല, എനിക്ക് സ്വന്തമായ ഒരു കഴിവുമില്ല. നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ വതഅലമു വലാ അഅലം, നീയാണ് കാര്യങ്ങൾ എല്ലാം അറിയുന്നവൻ. വലാ അഅലം, എനിക്കൊന്നും അറിയില്ല. ഈ പ്രയോഗങ്ങളോട് കൂടിയിട്ട് ഒരു മനുഷ്യൻ അള്ളാന്റെ മുന്നിൽ വളരെ വിനയാന്വിതനായി ഇഫ്തിഖാറിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തന് ഉത്തരം നൽകുന്നതിനുള്ള ഒരു നിബന്ധന അതാണ്. എത്ര കണ്ട് അള്ളാന്റെ മുന്നിൽ നമ്മൾ തകർന്നടിഞ്ഞ മനസ്സുമായി നിൽക്കുന്നോ അത്ര കണ്ട് വേഗം അള്ളാഹു അവനെ സഹായിക്കും. അതുകൊണ്ടാണ് ദുആകളിൽ അലട്ടിക്കൊണ്ട് ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, അലിഹു ഫി ദുആ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അലട്ടിക്കൊണ്ട് ചോദിക്കണം. എന്ത് അലട്ടൽ എന്നുള്ളത് അറിയാൻ കുട്ടികളൊരു സാധനം ചോദിക്കണത് കേട്ട് ഒരത് വാങ്ങേണ്ട എടുക്കണ വരെ സ്വൈര്യം തരൂല. അതന്നെ അള്ളാഹിനോട് അങ്ങനെ ചോദിച്ച് ചോദിച്ച് അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, നമുക്ക് ഏറ്റവും പ്രയാസം ഇരിക്കും അത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ അലട്ടാൻ 4 കുട്ടികളില്ലെങ്കിൽ അത് പിന്നെ ഒരു പ്രയാസം ഇരിക്കും. കുട്ടികൾ ആ പ്രായമൊക്കെ വിട്ടിട്ട് ഒരെണ്ണം ചോദിച്ചിട്ട് പിന്നാണ് പോയിരുന്നാൽ അത് നിങ്ങൾക്ക് പിന്നെ പ്രയാസമാണ്. അങ്ങനെ അലട്ടി ചോദിക്കണ കുട്ടികളെ നമുക്ക് പിന്നെ ഇഷ്ടപ്പെടും. അത് നല്ലേരും ചോദിച്ചു വരുമ്പോൾ
ചീത്തേരി ചോദിക്കുമ്പോഴൊക്കെ പ്രയാസം. നല്ലൊരു ചോദിച്ചവരാണെങ്കിൽ ഒരു നല്ല കാര്യത്തിൽ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഓന്റെ കാര്യത്തിൽ എത്ര നിങ്ങൾക്ക് പിന്നെ പ്രതീക്ഷയും എത്ര സ്നേഹം വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല വലഹുൽ മസലുൽ അഅ്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അബ്ദ് എത്രത്തോളം അവനെ ധിക്കരിച്ച് അവനിൽ നിന്ന് അകന്നു പോയൊരുത്തൻ തൗബ ചെയ്തു വരുന്നതിൽ അല്ലാഹു അഫ്റഹ് ബിതൗബത്തി അബ്ദിഹി, അതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നവന്, അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവൻ കൽപ്പിച്ചതെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരടിമ, അവൻ ആവർത്തിച്ചാവർത്തിച്ചു പേർത്തും അലട്ടിക്കൊണ്ട് അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നതാണ്. നമ്മുടെ കരച്ചിൽ കാണുന്നത് അള്ളാഹ്ക്ക് സന്തോഷാണ്, നമ്മളെ ഉബൂദിയത്തിൽ വർധനവാണ്. അതുകൊണ്ട് അള്ളാഹ്ക്കത് സന്തോഷാണ്. അങ്ങനെ തകർന്നടിയുന്ന മനസ്സ്, കരഞ്ഞ് കലങ്ങിയ കണ്ണ്, അതാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹിനെ ഓർത്തിട്ട് കരഞ്ഞ കണ്ണ് അത് നരകം സ്പർശിക്കില്ല. ഹാലിയായി അള്ളാഹിനെ ദിക്ർ ചെയ്യുന്ന ഒരുത്തനെ അള്ളാഹു അതിനേക്കാൾ നന്നായി അവനെ ദിക്ർ ചെയ്യും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മുടെ ദുല്ലും ഇൻകിസാറും അത് വെളിവാക്കുന്ന ദുആകൾ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ദുആയിൽ അതാണ്, അള്ളാഹുവേ എനിക്കൊന്നും അറിയില്ല, എന്റെ കാര്യം അതാണ്, നീയാണ് എല്ലാം അറിയുന്നത്, അതുകൊണ്ട് എവിടെ ഖൈർ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കണ ചോദ്യം. ഇനിയിപ്പോ ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങളോടൊരുത്തൻ അറിവ് നടിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അറിയാത്തൊരുത്തൻ അറിവില്ല എന്ന് പറഞ്ഞ് ചോദിക്കണാണോ ഇഷ്ടം? അറിയാത്തൊരുത്തൻ ഒരു പകുതി അറിവ് നടിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയാസമായിരിക്കും അത്? ചില ആളുകൾ ചോദിക്കും, ചോദ്യമായിട്ട് വരും. ആ ചോദ്യത്തിൽ നമ്മൾ ചേരുമ്പടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ചോദിക്കരുത്. സാധാരണ ഒരാളോട് ഒരു ഫത്വ ചോദിക്കുകയാണെങ്കിൽ ചേരുമ്പടി ചേർക്കാൻ ചോദിക്കരുത്. അതെ, അതിലിങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ അല്ലെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ അല്ലെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ ചോദിക്കാൻ നിൽക്കണം. ആദ്യം അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ നിൽക്കണം. പഠിപ്പിക്കൽ വേറെ, ചോദിക്കൽ വേറെ. ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക, പഠിപ്പിക്കുകയാണെങ്കിൽ വേറെ മജ്‌ലിസ്. അതാരോട് ഒരു അറിവുള്ള ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ അദബ് പോലും അങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വതആല വലഹുൽ മസലുൽ അഅ്ലാ, അവനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിവില്ല എന്നുള്ളത് അത് ഡെഫിനിറ്റാണ്. ഓരോ നിലക്കും നമുക്ക് ഈ കാര്യത്തിൽ അറിവില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ് നമ്മൾ ഖൈർ ഏതാണെന്നാ ചോദിക്കുന്നത്. അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. ഇതൊക്കെ നോക്കിങ്ങൾ, ഇതൊക്കെ ഈ ഇസ്തിഖാറത്ത് വരുന്നത് എപ്പോഴാണ്? അതുകൂടി ഞാൻ പറയാം. ഇസ്തിഖാറത്തിന്റെ വരവ് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഇറാദത്തിൽ നിൽക്കുമ്പോഴാണ്. ഒരു കാര്യത്തിന് നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്, ഇനി മേലെന്നും കൂടി അറിയേണ്ടത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇത് എല്ലാം കൂടി ഒരു ഇൽഹാം എന്നുള്ള നിലക്ക് വിടലല്ല കേട്ടോ ഇസ്തിഖാറത്ത്. ഇസ്തിഖാറത്തിന് ശേഷം ഇൽഹാം കിട്ടുമെന്ന് വിചാരിക്കരുത് ആരും. അത് പണ്ഡിതന്മാർ പ്രത്യേകം തിരുത്തലുണ്ട്. അതല്ല ഇസ്തിഖാറത്തിലുള്ളത്. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ എവിടെ കൂടി ആലോചിച്ചൂല, ദുനിയാവിൽ അള്ളാഹ് വെച്ചിരിക്കുന്ന സബബൊന്നും നോക്കൂല, എന്നിട്ട് വേറൊരു ഇസ്തിഖാറത്ത് അതില്ല. വശാവിറുഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് എന്ന് പറഞ്ഞിടത്താണ് ഇസ്തിഖാറത്ത്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഈ ആയത്ത് വെച്ചിട്ടാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തത് മുശാവറയാണ്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, മാ നദിമ മൻ ശാവറൽ മഖ്ലൂഖ് വസ്തഖാറൽ ഖാലിഖ്. പടപ്പുകളോട് മുശാവറ നടത്തി, മുശാവറ നടത്താൻ യോഗ്യരായ ആളുകളോട് കാര്യങ്ങൾ കൂടിയാലോചിച്ചു. കുട്ടിനെ കെട്ടിച്ചേർക്കണോ വേണ്ട, ജസ്റ്റ് ഇസ്തിഖാറ ഇല്ല. അത് ആദ്യം കൂടിയാലോചിക്കേണ്ടവർക്ക് കൂടിയാലോചിച്ചു, കാര്യങ്ങൾ ചോദിക്കേണ്ടവർക്ക് ചോദിച്ചു. എന്നാലും ബാക്കി ഖൈർ അള്ളാന്റെ അടുത്താണ്. കാര്യങ്ങൾ കിടക്കുന്നത് മുഴുവൻ അള്ളാന്റെ അടുക്ക, ബാക്കിയെല്ലാം മുഴുവൻ അള്ളാന്റെ അടുക്കല. ആ കാര്യം കെട്ട് ചോദിച്ച് ഖൈർ കൂടി കിട്ടണം, അതിനാണ് ഈ ചോദ്യം. അല്ലാതെ ഇവിടുത്തെ വേണ്ട എന്നുള്ളതല്ല. അതാരും തെറ്റിദ്ധരിക്കേണ്ട. സബബുകൾ അല്ല നിശ്ചയിച്ച സബബുകൾ എടുക്കുക, അതിന്റെ കൂടെയാണ് ഇസ്തിഖാറ. അത് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നമ്മൾ മുശാവറൊക്കെ ചെയ്തു, അതിനുശേഷം കാര്യങ്ങളിലേക്ക് തീരുമാനം എടുക്കുന്നതിന് മുൻപ് എല്ലാ കൺഫ്യൂഷനും അവസാനിപ്പിച്ചോളി. അള്ളാഹിനോട് ഇത് ചോദിക്കുക, ഖൈർ ചോദിക്കുക. ഖൈർ ആണെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സ് തുറന്നാലും തുറന്നില്ലെങ്കിലും ഇൻഷിറാഹ് സദർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹ് അതിലേക്ക് തിരിച്ചുവിട്ട് അത് ചെയ്യൽ, പിന്നെ അതിൽ വരുന്നത് കാണും. അല്ല, അള്ളാഹ് അതിന് നമ്മളെ തിരിച്ചു അത് ചെയ്യാനുള്ള തൗഫീഖ് പിന്നെ അള്ളാഹ് നൽകിയില്ലേ, പിന്നെ എനിക്ക് ഖേദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അള്ളാഹിനോട് ഖൈർ ചോദിച്ചു കഴിഞ്ഞാൽ. ഇത് നിങ്ങളൊന്ന് ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കണം, ഇതൊന്ന് അനുഭവിച്ചു നോക്കണം. അപ്പോഴേ ഇതിന്റെ ഇസ്തിഫാദ ശരിക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു കാര്യം മുന്നിൽ വരുമ്പോ ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് അങ്ങനെ കാണണം. അപ്പോഴാ ഒരു 3 ദിവസം മുമ്പ് വരെ ഞാനിത് അനുഭവിച്ചാണ്. ഒരു വലിയൊരു പ്രയാസത്തിന്റെ അങ്ങേയറ്റം നിന്ന സമയത്ത് എനിക്കിഷ്ടമില്ലാത്തൊരു തീരുമാനത്തിന് എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചൊരു തീരുമാനം എടുക്കണം. അവസാനം നിർവാഹമുള്ളൂ. അങ്ങനെ തീരുമാനം എടുക്കേണ്ടവർക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ എത്തി നിൽക്കുകയാണ്.
ഇസ്തിഖാറത്താണ് നിസ്കരിച്ചിട്ട് അങ്ങനെ തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് തിരിച്ചെന്നൊരു ചോദിച്ചോട് കൂടിയിട്ട് 2 റക്അത്തിന്റെയും ഈ ദുആന്റെയും ആ സമയം മാത്രമേ ഉള്ളൂ. അള്ള മനസ്സാണ്ട് മാറ്റിവെച്ചു, നേരെ തിരിച്ചിപ്പുറത്തേക്ക് വെച്ചു. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷക്കാരനെ ഓർഡർ ചെയ്തിട്ട് ഓട്ടോറിക്ഷക്കാരൻ വരികയാണ്. അത് പകുതി വഴിയിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹുനോട് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ടാണ് ചെന്ന് ചോദിച്ചോട്, ഇസ്തിഖാറത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് ചെന്ന് ചോദിച്ചോട് കൂടിയിട്ട് മനസ്സാണ്ട് ഒറ്റ പറയല. അത് വല്ലാത്തൊരു ഇതാ. ഇസ്തിഖാറത്ത് നിസ്കരിച്ചാൽ അതാണ്ട് ശരിക്കും കാണും. അത് എല്ലാ കാര്യത്തിലും ഫിൽ ഉമൂരി കുല്ലിഹാ. അതാണ് ഇതിന്റെ ഫായിദ. ഇനി നേരത്തെ ബാബു ചോദിച്ച പോലെ എവിടെ ഇസ്തിഖാറത്ത് ഒരു കാര്യത്തിൽ തന്നെ പലവട്ടം ചോദിക്കേണ്ടി വരുമോ? പലവട്ടം ചോദിക്കേണ്ടി വരും. എങ്ങനത്തെ കാര്യമാണെങ്കിൽ ഒരു കാര്യം അതിന് മെയിനായ ഒരു പാർട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് അതിന് കുറെ ശാഖകൾ ഉണ്ടെങ്കിൽ ഓരോ ശാഖയിലും നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടതുണ്ടെങ്കിൽ അതിൽ ഓരോന്നിലും നിങ്ങൾക്ക് ഇസ്തിഖാറത്ത്. അത് ഉലമാക്കൾ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. ഓരോന്നിലും നിങ്ങൾക്ക് ഇസ്തിഖാറത്ത് എടുക്കാം. ഒരു കാര്യം പിന്നെ നിങ്ങളൊരു വീടാണ് പണിയാൻ ഉദ്ദേശിച്ചത്. വീട് പണിയണോ വേണ്ടേ? അതിലൊക്കെ ഫിൽ ഇമാറ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിസ്സഫരി വൽ ഇമാറത്തി വൻ നിക്കാഹ്. വീട് പണിയണോ വേണ്ടേ? വീട് പണിയണോ പണിയണ്ടോ എന്നുള്ളതിൽ ഇസ്തിഖാറ ചെയ്തു. അതേത് കുളത്തിൽ. ഇനി അതിൽ ഓരോ റൂമും പണിയണോ വേണ്ടേ? ഇസ്തിഖാറത്ത് വേറെ നിസ്കരിക്കാം. അതൊക്കെ അതിൽ പെട്ട കാര്യത്തിൽ പെട്ട. അങ്ങനെ ഇസ്തിഖാറത്ത് ഒരുത്തൻ ചെയ്താൽ പിന്നീട് അള്ളാഹു എങ്ങോട്ടാണോ അവനെ തിരിച്ചുവിടുന്നത് അതനുസരിച്ചിട്ട് അവൻ ചെയ്യാം. അള്ള തൗഫീഖ് കൊടുക്കുന്നതിനനുസരിച്ച് ചെയ്യാം. അത് അവന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ അള്ള അതിലാണ് ഖൈർ നിശ്ചയിച്ചിട്ടുള്ളത്. പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അള്ള വേറെ വഴിക്ക് തിരിച്ച് വേറെ ഖൈർ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇസ്തിഖാറത്തിന്റെ പ്രത്യേകത. ദുആകൾക്ക് പറഞ്ഞ ആ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്താൽ നിസ്കാരത്തോടു കൂടി, അതുപോലെ തന്നെ പിന്നെ നിസ്കാരം എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല ഒരു മനുഷ്യന് അള്ളാഹിനോട് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെല്ലാം അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇസ്തിഖാറത്ത് ചോദിക്കുന്നത്. അതിന്റെ മുന്നിൽ നിസ്കാരം വെച്ചു എന്നുള്ളത് തന്നെ വീണ്ടും നമുക്ക് ഈ ദുആ എത്ര കണ്ട് അള്ളാഹ് അത് സ്വീകരിക്കാൻ തയ്യാറാണ്, അള്ളാഹു സ്വീകരിക്കാൻ റെഡിയാണ്. നമ്മൾ അത് അതിന്റെ ആ റൂഹിലെടുത്തുകൊണ്ട് ചെയ്താൽ اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم. അള്ളാഹിനോട് ഇസ്തിഖാറ ചെയ്തു, ഖൈർ ചോദിച്ചു. അള്ളാഹിന്റെ കുദ്റത്തിൽ നിന്ന് നമുക്ക് ഇനി പിന്നെ കുദ്റത്ത് നൽകാൻ, ആ കാര്യം ഖൈറാണെങ്കിൽ ചെയ്യാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ അള്ളാഹ് തന്നിട്ട് വേണം. അതുപോലെ തന്നെ ഇനി അതുപോരാ, ഈ കാര്യത്തിൽ മാത്രമല്ല വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അലീം, കാര്യത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ ചുരുങ്ങിയതായിരിക്കും. അള്ളാഹ് നൽകുന്ന ഫദ്ൽ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം. വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അലീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ. കാരണം അല്ലാഹുവേ നീയാണ് ഖാദിർ, എല്ലാറ്റിനും കഴിവുള്ളവൻ. വലാ അഖ്ദിർ, എനിക്കൊരു കഴിവില്ല. വതഅലമു വലാ അഅലം, നീയാണ് അറിയുന്നവൻ. വലാ അഅലം, എനിക്കൊന്നും അറിയില്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്, എന്നല്ല അല്ലാഹുവേ അല്ലാമുൽ ഗുയൂബ് നീയാണ്. ഗൈബ് അതറിയുന്നവൻ നീ മാത്രമാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലം, അല്ലാഹുവേ നീ അറിയുന്നുവെങ്കിൽ അന്ന ഹാദൽ അംർ, ഈ കാര്യം ഖൈറുൽ ലീ, എനിക്ക് ഖൈറായിട്ടാണ് നിന്റെ ഇൽമിലുള്ളതെങ്കിൽ, ഫീ ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിൽ, വമആശി, എന്റെ ദുനിയാവിലെ ജീവിതത്തിന്റെ കാര്യത്തിൽ, വആഖിബത്തി അംരി, എന്റെ പര്യവസാനത്തിന്റെ കാര്യത്തിൽ, പരലോകത്തിന്റെ കാര്യത്തിൽ, ഫഖ്ദുർഹു ലീ, അതിനെനിക്ക് നീ കഴിവ് നൽകണേ, വയസ്സിർഹു ലീ, എനിക്കത് നീ എളുപ്പമാക്കി തരണേ, വഇൻ കുൻത തഅലം സുമ്മ ബാരിക് ലീ ഫീഹി, എന്നിട്ട് എനിക്കതിൽ നീ ബർക്കത്ത് നൽകുകയും ചെയ്യണേ, അതെനിക്ക് ആ ഖൈർ നിലനിർത്തി തരികയും വർദ്ധനവ് നൽകുകയും ചെയ്യണേ. വഇൻ കുൻത തഅലം, അല്ലാഹുവേ അല്ല നിന്റെ ഇൽമിലുള്ളത്, അന്ന ഹാദൽ അംറ, ഈ അംർ, ഈ കാര്യം, ശർറുൽ ലീ, എനിക്ക് ശർറാണെങ്കിൽ, ഫീ ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിൽ, വമആശി, എന്റെ മആഷിന്റെ കാര്യത്തിൽ, വആഖിബത്തി അംരി, എന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ, ഫസ്രിഫ്ഹു അന്നി, അതിനെ എന്നിൽ നിന്ന് തിരിച്ചു വേറെ വഴിക്ക് വിടണേ, വസ്രിഫ്നി അൻഹു, അതിനെ തൊട്ട് എന്നെ തിരിച്ചു വേറെ വഴിക്കാക്കി തരണേ, വഖുദുർ ലിൽ ഖൈറ ഹൈസു കാൻ, ഖൈർ എവിടെയാണോ അവിടേക്ക് എനിക്ക് നീ കഴിവ് നൽകുകയും തൗഫീഖ് നൽകുകയും ചെയ്യണേ. സുമ്മ റദ്ദിനി, അല്ലെങ്കിൽ സുമ്മ അർദിനി ബിഹി, പിന്നെ അതിലെനിക്ക് തൃപ്തി നൽകുകയും ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഇസ്തിഖാറത്തെടുത്ത് നിസ്കരിച്ചു, എന്നിട്ട് ഈ ദുആ ചെയ്തു. അതിനുശേഷം അള്ളാഹ് തൗഫീഖ് കൊടുത്തു, ഒരു കാര്യം ചെയ്തു, പിന്നെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹിനോട് കാണിക്കുന്ന അദബുകേടാണ്. തൃപ്തിപ്പെട്ടുകൊള്ളണം. എന്നിട്ട് എന്താണ് വരുന്നത്? നമുക്ക് നമ്മുടെ കണ്ണില് നല്ലതെന്ന് തിന്മാന്നൊക്കെ തോന്നുന്ന ദുനിയാവിൽ എന്ത് ഒരു പ്രയാസമുള്ളതോ പ്രയാസമില്ലാത്ത എന്ത് വന്നാലും അത് പിന്നെ തൃപ്തിയോട് കൂടിയിട്ട് സ്വീകരിക്കുക എന്നുള്ളതിലാണ് ഹലാവത്തുൽ ഈമാൻ, അതിലാണ് മാധുര്യം.
ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്ന് റസൂലുള്ള പറഞ്ഞത് അതിലാണ്. മൻ റദിയ ബില്ലാഹി റബ്ബ, മൻ റദിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ. നോക്ക് നിങ്ങൾ, ഇവിടെ അള്ളാന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഔസാഫുകളാണ് ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞത്. അങ്ങനെ ആ റുബൂബിയത്തിൽ അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ അള്ളാനോട് തൗഫീഖ് ചോദിച്ച്, എന്നിട്ട് അള്ളാഹ് ഈ കാര്യത്തിൽ ഒരു കാര്യത്തിൽ നമുക്ക് തൗഫീഖ് നൽകി അത് ചെയ്തു കഴിഞ്ഞാൽ, ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നമുക്ക് തൗഫീഖ് നൽകി എന്നിട്ട് എളുപ്പാക്കി തന്നു, ആ കാര്യം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നതിൽ നമ്മളത് തൃപ്തിപ്പെട്ടാൽ മൻ റദിയ ബില്ലാഹി റബ്ബ എന്ന് പറഞ്ഞെടുത്താൽ. അപ്പൊ ഇസ്തിഖാറത്തിലൂടെ എവിടേക്കെത്തും? നമ്മൾ ഈമാനിന്റെ ഹലാവത്ത് അനുഭവിക്കുന്നിടത്തെത്തും. അത് കഴിഞ്ഞാലടുത്ത് വല്ലാത്ത ഫവായിദുകളാണ് ഈ ഹദീസിലുള്ളത്. ഞാനിപ്പോ ഈ ഹദീസിന്റെ അൽഫാദുകളുടെ തക്രീബാണ് ചെയ്തത്. ഹദീസിന്റെ ഫവായിദുകൾ മാത്രം ഈ കിതാബിൽ വേറെ പറയുന്നുണ്ട്. അത് നമ്മൾ വിശദീകരിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് വേറെ മജ്ലിസുകൾ വേണ്ടി വരും. ഈ മജ്ലിസ് ഞാനിപ്പോ ഉദ്ദേശിച്ചത് ഈ ഒരു അമല്, അത് നമ്മൾ ഈ ഒരു സുന്നത്ത് ജീവിപ്പിക്കാൻ. കൈ ഉയർത്തൽ ഹദീസിൽ പ്രത്യേകം വന്നിട്ടില്ല. എന്നാൽ ചില പണ്ഡിതന്മാര് ദുആന്റെ പൊതുവായ അദബ് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറയേണ്ടിയിരുന്നു എന്നതാണ് സത്യം. കൈ ഉയർത്താതിരിക്കാൻ മുത്തലക്കായ രീതിയിലുള്ള കൈ ഉയർത്തണമെങ്കിൽ വല്ലപ്പോഴും ഉയർത്തി വല്ലപ്പോഴും ഒഴിവാക്കേണ്ടി വരും. ഇടക്ക് ഉയർത്തി ഇടക്ക് ഒഴിവാക്കി അങ്ങനെ ചെയ്യേണ്ടി വരും. സ്ഥിരമായി ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം ദലീൽ വേണം. അതില്ല. മുത്തലക്കായുള്ളതിനെ വെച്ചിട്ടാണെങ്കിൽ ആ ദലീൽ ആമായ ദലീൽ വെച്ചിട്ടാണെങ്കിൽ അതിനനുസരിച്ച് അമൽ ചെയ്യണം. അല്ല പിന്നെ ഇതിനെക്കുറിച്ച് വരുന്ന ഹദീസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് കൈ ഉയർത്തിയെന്ന് വന്നിട്ടില്ല. അല്ലാഹു അഅലം. അതേസമയത്ത് നിസ്കാരത്തിൽ ചെയ്യണം, നിസ്കാരത്തിന്റെ പുറത്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ച അതിന്റെ ലഫ്ലുകളിൽ തന്നെ പെട്ടതാണ്. അപ്പൊ ആ സുന്ന അതിനെതിരാകോ ഇല്ല എന്നുള്ള ചർച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഉള്ളിൽ ഒരാൾക്ക് ചെയ്യാം, പുറത്തും ചെയ്യാം. നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യാം. അത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞനുസരിച്ച്. അതേസമയത്ത് ഗ്രന്ഥാര ദർജിഹയാണ് നിസ്കാരത്തിന്റെ പുറത്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് ഞാൻ പറയാം. നിസ്കാരം കഴിഞ്ഞിട്ട് ശേഷം പിന്നെ സുമ്മ എന്നുള്ള ഇത് വന്നതുകൊണ്ട് ആ സുമ്മ എന്നുള്ളത് തആഖുബിനും തറാഹിക്കും വേണ്ടിയാണെന്നുള്ളത്. അതല്ല, നിസ്കാരത്തിലെ പൊതുവായ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സന്ദർഭം ഉണ്ടല്ലോ, അവിടെ ഈ പ്രാർത്ഥന കൊണ്ടുവരാന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ തത്വം. വല്ലാഹു അഅലം. ഏതായിരുന്നാലും ഈ ദർസിലൂടെ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഒന്ന്, ഇതിന്റെ ഈ ഹദീസ് ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് വായിക്കുക, അതിന്റെ പിന്നെ പദങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്നൊരർത്ഥം സാമാന്യമായി മനസ്സിലാക്കുക, അതിന് വന്നിരിക്കുന്ന ദുആന്റെ അൽഫാദുകൾ കുറച്ചുകൂടി ഒന്ന് തഖരീബ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഇൽമ് എന്നുള്ളതിലുപരി ഇതൊരു അമല് എന്നുള്ളിടത്താണ് നമുക്ക് പെട്ടെന്ന് എത്തേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നതാണ്. അത് ചെയ്ത് ശീലിച്ചവർക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ ഫവായിദുകൾ നമുക്ക് നന്നായിട്ട് അനുഭവിക്കാം. പ്രത്യേകിച്ച് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുമെന്ന് പിന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് ഈ ഹദീസ് പറഞ്ഞെടുത്ത് വിശദീകരിച്ചതുപോലെ നമുക്കത് ശരിക്കും അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ കാര്യങ്ങളിൽ പിന്നെ ഒരു കൺഫ്യൂഷനോ ഒരു ടെൻഷനോ അതൊന്നും ഉണ്ടാവില്ല. അത് ശരിക്കും നമുക്ക് എല്ലാ കാര്യത്തിലും ഇസ്തിഖാറ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നോക്ക് നിങ്ങൾ, ഇമാം ബുഖാരിയുടെ സ്വഹീഹ് അത് ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ പരിഗണിക്കുന്ന ഒന്നാമത്തെ ഗ്രന്ഥമായി. ഇമാം ബുഖാരി ചെയ്ത കാര്യങ്ങളൊക്കെ അറിയും. ഇമാം ബുഖാരി സ്വഹീഹ് ക്രോഡീകരിക്കുന്നതിന് മുമ്പ് ഇസ്തിഖാറത്ത് ചെയ്തു. സ്വഹീഹിലെ ഓരോ ബാബിനും പ്രത്യേക ഇസ്തിഖാറത്ത് ചെയ്തു. ഓരോ ഹദീസും ക്രോഡീകരിക്കുന്നതിൽ പ്രത്യേക ഇസ്തിഖാറത്ത് ചെയ്തു. എന്താ അതിന്റെ ഫദ്ല്? ആ കിതാബ് കണ്ടറിയില്ലേ? അത് ശർഹ് ചെയ്യുന്നിടത്ത് ഇസ്തിഖാറത്ത് ചെയ്തുകൊണ്ട് തന്നെ അതേ രൂപത്തിൽ ശർഹ് ചെയ്ത ആളാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. എന്താണ് ആ കിതാബിൽ ലഭിച്ച കബൂൽ? അതാണ് ദീനിന്റെ വിഷയത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും എല്ലാം അവരുടെ ചെറുതും വലുതുമായ കാര്യത്തിൽ ഇസ്തിഖാറത്തിലൂടെയാണ് മുന്നോട്ട് പോയിരുന്നത്. നമ്മൾ ഇന്ന് ലോകത്തുള്ള വിചക്ഷണന്മാരോട് മുഴുവനും കൂടി ആലോചിക്കും. ലോകത്തുള്ള അതിന്റെ ടെക്നീഷ്യന്മാരെ മുഴുവൻ നമ്മൾ വിളിക്കും. എന്നിട്ട് തകർന്നടിഞ്ഞ മനസ്സുമായിട്ട് നമ്മൾ നിൽക്കും. ഇതാണ് നമ്മളൊക്കെ പിന്നെ അനുഭവങ്ങൾ. അതേ സമയത്ത് അതിലേക്കൊന്നും പോണ്ട. ലോകത്തുള്ള ഒരു മീഡിയം ലെവലിൽ അറിവുള്ള ആളുകളെ എടുക്കലാണ് എല്ലാ കാര്യത്തിലും നമ്മൾ അറിവുള്ള ആളുകളൊക്കെ പോകണം. അതിൻ്റെതായ തജ്രിബത്തും അറിവുള്ള ആളുകളുടെ അടുക്കൽ കാര്യങ്ങൾ തീരുമാനിച്ച് മുഷാവറ നടത്താം. മുഷാവറ നടത്തി കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അത് തീരുമാനമായി മാറുന്നതിന് മുൻപ് എന്ത് വേണം? അസംത ഫതവക്കൽ അലല്ലാഹ്. അസീമത്തിലെത്തും മുമ്പ് തവക്കുലെത്താൻ. ആ തവക്കുൽ അള്ളാഹുവിലേക്കാണ് ഏൽപ്പിക്കണം. അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളിൽ ഇസ്തിഖാറ നടത്തുക എന്നുള്ളത്. വല്ലാഹു തആല അലം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്കാല് പദങ്ങളിലോ കാര്യങ്ങളിലോ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ ചോദിച്ചു പോകും. ഉറപ്പല്ലേ? ഓരോ സമയത്തും നിസ്കരിക്കണം തന്നെ കിട്ടും. അതിന് 2 റക്അത്ത് നിസ്കരിക്കാന്നുള്ള ഫضലും കൂടി കിട്ടി. അതൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുകയാണ്. ആൾക്ക് പ്രയാസം ഉണ്ടാകാനല്ല, കൂടുതൽ നന്മ കിട്ടുകയാണ് ചെയ്യും.
ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏത് സമയത്തും അതിന് പ്രത്യേക സമയം പറഞ്ഞിട്ടില്ല. രാത്രിയോ പകലോ എപ്പോഴും നിസ്കരിക്കാന്നുള്ളത്. റവാത്തിബില് രണ്ടും നിയ്യത്ത് ചെയ്യാം. രണ്ടും നിയ്യത്ത് ചെയ്തുകൊണ്ട് നിസ്കരിക്കും. റവാത്തിബിന്റെ നിയ്യത്തും അതോടുകൂടി ഇസ്തിഖാറത്തും. കാരണം ഇന്ന് കയ്യിൽ ഫരീദ എന്ന് പറഞ്ഞൊരു കാര്യം. അറബി അറിയാത്ത ഒരാൾ എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ഈ കാര്യം വിശദീകരിക്കുന്നിടത്ത് ഫിഖ്ഹുൽ അദിയത്തുൽ അദ്കാറിൽ അബ്ദുൽ റസാഖ് ബദർ ഹഫ്ളഹുല്ല അദ്ദേഹം ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറയാം. ഒന്നുകിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, അറബി വായിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇത് എഴുതിയിട്ട് കയ്യിൽ പിടിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കയ്യിൽ എടുത്ത് വെച്ച് വായിക്കാം. എന്നാലും ആദ്യം അതിന്റെ ഓപ്ഷൻ. അതിന് കഴിയാത്ത ഒരാളാണെങ്കിൽ അതിന്റെ മകനെ പറയാം എന്നതിന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹദീസിൽ നിന്ന് കിട്ടൂല. ഹദീസിലെ റസൂലുള്ള ഇത് ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അത് ഏതുപോലെ ഇബ്നു ഹജർ അതിനെ വിശദീകരിച്ചത് മറ്റേ ഹദീസ് വെച്ചിട്ട് ഹർഫൻ ഹർഫ, ഒരു ഹർഫ് തെറ്റാതെ അങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പഠിപ്പിച്ചൊരു കാര്യം, ഒരു സൂറത്ത് പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചൊരു കാര്യം. നിങ്ങൾ പിന്നെ നിസ്കാരത്തിൽ സൂറത്ത് ഓതുന്നതിന് പകരം ആശയം ഓതിയിട്ട് കാര്യമില്ലല്ലോ, ആശയം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സൂറത്ത് ഓതാൻ കഴിവുള്ള അത് ഓതുക, എല്ലാത്തവരും അത് പോയി എന്നാ കിട്ടുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇതൊരു ഇത്രയും ഗൗരവത്തിൽ റസൂലുള്ള പഠിപ്പിച്ച കാര്യം ഇതൊക്കെ അല്ല നമ്മളെ ജീവിതത്തിൽ ഗൗരവമുള്ളെങ്കിൽ പിന്നെ എന്ത് പഠിക്കാൻ നമ്മൾ ഇരിക്കണേ? അത് നമ്മൾ പഠിക്കാൻ വേണ്ടി മെനക്കെടന്നെ വേണം. അത് അറബി പഠിക്കാനാണ് പ്രയാസം എന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയാണ്. ഗൾഫിൽ പോയി ജോലി ചെയ്യണവരൊക്കെ അറബി ഉഷാറായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് ജോലിക്കുള്ള അറബിയൊക്കെ ഒരു പഠിക്കുന്നു. അപ്പൊ മൈഷത്തിനുള്ള നമുക്ക് പഠിക്കാം. അതിനപ്പുറമുള്ള അതിനേക്കാൾ ഹൈറായത് നമുക്ക് പഠിക്കാൻ പറ്റൂല എന്നുള്ളർത്ഥം. അതിനൊക്കെ നമ്മളെ ഒരുമ്പെടുക, തൗഫീക്ക് കിട്ടും. അതിന് നിങ്ങളെ താടി നിര കാണുന്നുണ്ട് കുറച്ചു എന്നുള്ളൊരു പ്രയാസമില്ല. വകാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം യതഅല്ലമൂന ഫീ കിബരി സിന്നി. ഇമാം ബുഖാരി ബാബു കൊടുത്തിട്ട് തൊട്ടടുത്ത താലീഖായി കൊടുത്ത കാര്യതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ദീന് പഠിച്ചത് അവരുടെ കിബറു സിന്നിലാണ്, നല്ല പ്രായത്തിയിട്ടാണ്. അബൂബക്കർ സിദ്ദീഖിന് നല്ല പ്രായം ഉണ്ടായിരുന്നു, ഏറെക്കുറെ റസൂലുള്ളാഹിന്റെ അടുത്ത് പ്രായം ഉണ്ടായിരുന്നു. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബിന് പ്രായം ഉണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഷെയ്ഖ് ഷെയ്ഖ് എന്താ പറയല് അല്ലേ? അതുപോലെ ഒരുവിധപ്പെട്ട ഈ ഹദീസില് റാവിമാരുടെ കൂട്ടത്തിൽ അധികം റാവിമാരായ ഈ പിന്നെ ഉലമാക്കളായ സ്വഹാബത്ത് മുഴുവനും അധികവും നല്ല പ്രായം ഉണ്ടായവരാണ്. കുട്ടികൾ എന്നറിയാവുന്നവരും യുവാക്കൾ എന്നറിയാവുന്നവരും വളരെ കുറച്ച് റസൂലുള്ളാഹിന്റെ പിന്നെ സഹാബത്തിന്റെ കൂട്ടത്തിൽ അങ്ങനെ നൈപുണ്യം നേടിയവരുണ്ടായിരുന്നു. ആ പ്രായം ഒരു തടസ്സമല്ല. വേറെന്തെങ്കിലും നമുക്ക് ഓർത്തിക്കാൻ കഴിയില്ല, ഒറ്റാൻ കഴിയില്ല, ഒക്കെ വെറുതെ പറയാം. അതൊക്കെ അള്ളാഹ് തരുന്ന തൗഫീഖാണ്. നമ്മൾ അതിനൊരുമ്പെട്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ നമുക്കത് പഠിക്കാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. അതിനെത്ര നമുക്കറിയില്ല എന്നുള്ളത് ശരിയാണ്. അറിയില്ല എന്നുള്ളത് ഒരു ദിവസം ഒന്നും അറിയില്ല എന്നാണെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്തൊന്നറിയാം, രണ്ടാമത്തെ അറിയില്ലാതെ പറ്റുള്ളൂ. അങ്ങനെ ആകണം. അലിയൗമ ഇൽമുൻ വഖദൽ മിസ്ലു, ഇന്നൊരു ഇൽമ് നാളെ അതുപോലെ വേറൊന്ന്. നിങ്ങൾക്കറിയോ ഈ വലിയ പിന്നെ മലവെള്ളപ്പാച്ചിൽ നമ്മൾ കാണാൻ പോകില്ല, വെള്ളച്ചാട്ടങ്ങൾ. ഈ വെള്ളച്ചാട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ കുറേ വെള്ളത്തുള്ളികൾ അതൊന്നായി അവിടെ ചേർന്നപ്പോ അത് വെള്ളച്ചാട്ടമായി. വേറെ സ്ഥലങ്ങളിൽ കുറെ നമ്മൾ ബക്കറ്റിലൊക്കെ നിറച്ച വെള്ളം കുറെ ഉണ്ട്, അത് വെള്ളച്ചാട്ടമായില്ല എന്നുള്ളത് ഒന്നായിട്ട് വരാത്തോണ്ട് മാത്രം. അതും വെള്ളമാണ്, തുള്ളിയായിട്ട് എടുത്തു നോക്കിയാൽ മറ്റൊരു വെള്ളമാണ്. ഓരോ തുള്ളികൾ നിറച്ചായി. പിന്നെ കുറെ കഴിയുമ്പോൾ വെള്ളച്ചാട്ടത്തിൽ എത്തിക്കോളും. ആദ്യം തന്നെ വെള്ളച്ചാട്ടം കണ്ട് പേടിച്ചിരിക്കണ്ട, നിങ്ങൾ ഓരോ തുള്ളി എടുത്താൽ ഒരു ദിവസം ഒരു ഇൽമ്. അത് അലിഫ് അറിയില്ലേ, ഇന്ന് അലിഫ് പഠിച്ചോളി, നാളെ അലിഫിനൊരു ഫത്തുഹും കസറൊക്കെ ഇട്ടിട്ട് അടുത്തൊരു ബായും കസറൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 28 ദിവസം 28 അക്ഷരം പഠിച്ചാൽ തന്നെ 29 ദിവസം നിങ്ങൾക്ക് കൂട്ടി വയ്ക്കാൻ പഠിക്കാം ഇൻഷാ അല്ലാഹ്. വബില്ലാഹി തൗഫീഖ്. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.